പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഒരു നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എൻ്റെ ബോധ്യമായിരിക്കുമല്ലോ എൻ്റെ ശരി. അത്തരം ഘട്ടങ്ങളിൽ ചില സംശയത്തിന് ദൂരീകരിക്കുന്നതിന് വേണ്ടി ചില എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒപ്പം നിൽക്കുന്നവരൊക്കെ വന്ന് ചോദിക്കുന്നു, റഫീഖ് എന്തിനാണ് ആ തെറ്റ് ചെയ്ത അദ്ദേഹത്തെ ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന്. അത് അവരുടെയൊക്കെ ചോദ്യം. ഞാനൊരു ഘട്ടത്തിലും അദ്ദേഹം പൂർണ്ണ ഹരിചന്ദ്രനാണെന്നോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഒരു മനുഷ്യന് തെറ്റ് ചെയ്തോ ഇല്ലേ എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തുമില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതൊരു കാരണവശാലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പൗരബോധമുള്ള, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒപ്പം നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം വിഷയത്തിനകത്ത് എൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഞാൻ എക്കാലവും ബോധ്യപ്പെടുത്താറുള്ളത്. അപ്പൊ അത് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരാളുടെ ചിന്തക്കും അവരുടെ ബോധ്യത്തിനുമനുസരിച്ച് അവർ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ അടയാളപ്പെടുത്താറുണ്ട്. അത് അവരങ്ങ് തുടരട്ടെ, അതിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ രാഹുലിന്റെ വിഷയം വന്നപ്പോഴേ ഏകപക്ഷീയമായിട്ട് അത്തരം ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയത്തില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എന്താ സംഭവം ഇവിടെ നമുക്കറിയാലോ. ആ വിവാദം എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ആ വിഷയം എന്നൊക്കെ അറിയാലോ. അത് അറിയുമ്പോഴും സാമാന്യ തലക്കകത്ത് ഇച്ചിരി ഓളമുള്ളവർക്കറിയാം ഇത് പരസ്പരം ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് പിന്നീട് എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് തർക്കങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഇരവാദം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്നതാ എന്ന് അരിഭക്ഷണം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തകർക്കാനും എതിർക്കാനും വേണ്ടി നോക്കുന്ന ഘടക കക്ഷികളോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ തരത്തിൽ കണക്കുകൂട്ടാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഇവിടെ ഇതിനകത്തുള്ളവർ തന്നെ കല്ല് വെച്ച നുണകൾ മാത്രം വിളിച്ച് പറയുമ്പോൾ അതിനെ എതിർക്കുക എന്നത് ഓരോരു പൗരന്റെയും കടമയാണ്, നിർബന്ധിതവുമാണ്. കാരണം എന്താ, ഒരാൾ വീണ് കിടക്കുമ്പോൾ അതിന്റെ നെഞ്ഞത്ത് കയറി ചവിട്ടാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. വീഴ്ചകൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. മനുഷ്യനിക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. ആ സംഭവിക്കുന്ന കേട്ടോ അതിന്റെ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് കാലേ കൂടി ഒരു പ്രിപ്പയർഡ് ഉണ്ടാക്കിയിട്ട് അവൻ പൂർണ്ണമായിട്ട് തെറ്റുകാരനാണ്, അവനാണ് ഈ ലോകത്തുള്ള മുഴുവൻ ഇത്തരം വിഷയത്തിന്റെ ഉത്തരവാദി എന്ന തരത്തിലേക്ക് സ്വന്തം പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സ്വന്തം കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്ത് തന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം എവിടെ നിന്നാ ഉണ്ടായത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമുക്ക് ഒന്നന്വേഷിച്ചല്ലേ രണ്ടെണ്ണാൻ പറ്റും. ഇത് CPM കൊണ്ടുവന്ന ആരോപണങ്ങളാണോ? അല്ലേ അല്ല. ഇത് BJP കൊണ്ടുവന്ന ആരോപണങ്ങളാണോ? അല്ലേ അല്ല. അല്ല, മറ്റേതെങ്കിലും കോൺഗ്രസിനെ എതിർക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ഒരു വിവാദമാണോ? അല്ലേ അല്ല. ആരായത് കൊണ്ടുവരുന്നത്? നിങ്ങൾ നോക്കൂ, ആരായത് കൊണ്ടുവരുന്നത്? ഒരു സ്ത്രീ വന്ന് ഒരു സുപ്രഭാതത്തിൽ കാലത്ത് 10:40 സൗദി സമയത്ത് 10:40 ആ ആരോപണം പറഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ സ്വന്തം പാർട്ടിക്കകത്തുള്ള എന്റെ തല, എന്റെ ഫിഗർ, ഞാനാണ് എന്ന് പറയുന്ന ഒരു മഹാൻ വന്നിട്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് എതിർ പാർട്ടിക്കാർ അത് ഏറ്റെടുക്കും. അവര് എതിരാളികൾക്ക് അത്തരം ഒരു ആയുധം കിട്ടാനാണല്ലോ അവര് കളിക്കുക. അവരങ്ങ് ഏറ്റെടുത്തു. പിന്നെ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും അങ്ങ് എന്താ പറയേണ്ടത് ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ വരുമ്പോഴും വ്യക്തികൾക്കല്ല, ഇത് പ്രസ്ഥാനത്തിനാണ് ഇതിന്റെ കോട്ടങ്ങൾ തട്ടുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് വേണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, രാഹുലിന് മാത്രമാണോ ഈ വിഷയം? രാഹുൽ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് പാർട്ടി ഇല്ലെങ്കിലും അവർക്ക് നാളുകളിൽ ഇതൊക്കെ ശുദ്ധീകരിച്ച് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അവരുടെ ചോയ്സിനോ അവർക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഓരോ കോൺഗ്രസിനെ വളർന്നു വരുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന ജനമനസ്സ് കീഴടക്കി പോകുന്ന നേതാക്കന്മാർക്കെതിരെ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർ തന്നെ കുതികാല് വെട്ടാൻ ശ്രമിക്കുമ്പോൾ അത് അനുവദിച്ച് കൊടുക്കാൻ കഴിയത്തില്ല എന്ന ബോധ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ എക്കാലവും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ രാഹുൽ പൂർണ്ണമായിട്ട് അങ്ങ് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ രാഹുൽ അത്തരം വിചാരങ്ങളില്ലാത്ത വ്യക്തിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാവാം, മനുഷ്യനല്ലേ, ആർക്കെതിരൊക്കെ വിചാരങ്ങളില്ലാത്തത്? പിന്നെ അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കണം. ഈ വിവാദം വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 4 മാസങ്ങളായിട്ട്
ഇതിനെതിരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഏത് പാർട്ടിയിലെ നേതാക്കന്മാരാ? CPM-ലെ നേതാക്കന്മാരാണോ? BJP-യിലെ നേതാക്കന്മാരാണോ? അല്ലല്ലോ. ഈ പാർട്ടിക്കകത്തുള്ള ശ്വാസം വിടാൻ പോലും കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവൻ വരെ വന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ അവൻ രാജിവെക്കണം, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, പുറക്കപ്പെടാൻ പറ്റൂത്തില്ല, ഇവിടെ സ്ത്രീകളെ അങ്ങനെ ആക്കി എന്നൊക്കെ പച്ചക്കളവ് വന്ന് പറയാ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, അവിടെ അങ്ങനെ പറയുമ്പോഴും ആയിരക്കണക്കിന് കേരളത്തിലുള്ള വീട്ടമ്മമാർ രാഹുലിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്കുമുണ്ട് ആൺകുട്ടികൾ, ഞങ്ങളെ ആൺകുട്ടികളെ എങ്ങനെ വളർത്തും, എങ്ങനെ പുറത്തോട്ട് വിടും, ഇതുപോലുള്ള ചില സ്ത്രീകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആൺമക്കളും നാളെ ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലേ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുമ്പോ അതുപോലും മുഖവിലക്കെടുക്കാതെ ഇവർ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് രാഹുലിനെ തകർത്താൻ വേണ്ടി ആയിരിക്കാം, പക്ഷെ ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഈ പാർട്ടിക്കകത്തുള്ള 3, 4, 5 നേതാക്കന്മാർ വരിയായി വന്ന് പറയുമ്പോ അത് തൊണ്ട തൊടാതെ വിശ്വസിക്കണോ ഞങ്ങൾ? നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയുടെ ഒരു കൂറും കടപ്പാടും ഈ പാർട്ടിയോട് ഉണ്ട ചോറിന് നന്ദി ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ വായ പൂട്ടി മിണ്ടാണ്ട് നിന്നാ പോരെ? അത് പറയാൻ KPCC പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട വക്താക്കന്മാരുണ്ട്. അവരൊന്നോ രണ്ടോ പേര് പറയട്ടെ ആ കാര്യത്തിനകത്ത്. ഇത് വൈക്ക് വഴിയെ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും മൈക്ക് കാണുമ്പോൾ അവരവരുടെ ഭാവനക്കനുസരിച്ചായ കഥകളും സ്ക്രിപ്റ്റുകളും ഇങ്ങനെ പറയുമ്പോൾ ഇത് ഒരു രാഹുലിന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയത്തിനും ആമാശത്തിനുമാണ് ഇത് കുത്തുന്നത് എന്നുള്ള ചിന്ത ഇല്ലാത്ത കുറെ എണ്ണം നമ്മളെ പാർട്ടിക്കകത്തുണ്ട്. ഇനി പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയാം നിങ്ങളോട്, ഈ പാർട്ടിന്റെ ആശയം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവറ്റകളെ നിലക്ക് നിർത്തേണ്ട ബാധ്യത കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരു സാധാരണ പ്രവർത്തകന്റെയും ഉത്തരവാദിത്വവും കടമയും ബാധ്യതയാണ്. മറ്റ് ഇവറ്റകളെ ഇനി നേതൃത്വം അങ്ങ് മാറ്റി നിർത്തൂ എന്നൊന്നും നമ്മൾ ആരും കരുതണ്ട. കാരണം ഇവറ്റകൾ തന്നെയാണ് നേതൃത്വം, വേറെ ആരുമല്ല. മനസ്സിലായ? ഈ 6 or 7 എണ്ണം കയറി ഇരുന്നിട്ട് ഇവിടെ കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ശൂന്യത്തിലുള്ള വായുവല്ല, അത് ജനങ്ങളാണ്, പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്കണം, എങ്കിലേ പ്രസ്ഥാനം ഉണ്ടാവും. അല്ലാതെ ഇവനൊക്കെ ഉറങ്ങുമ്പോൾ പുതപ്പിന്റെ അടിയിൽ നിന്ന് സ്വപ്നം കാണുന്നതല്ല പ്രസ്ഥാനം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിനെയോ BJP-യോ ഞങ്ങൾക്ക് എതിർക്കാം, അവരെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് നമുക്കറിയാം അവർ നമ്മളെ കൊള്ള വരും എന്നുള്ള ചിന്ത നമുക്കുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിലുണ്ടാക്കുന്ന ഈ പിറകിൽ നിന്നിട്ട് കുത്തുന്നവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ വിഷയം വന്നപ്പോൾ പാർട്ടിക്ക് ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യങ്ങളോ നടത്താത്ത, എങ്ങനെ ഇടതുപക്ഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഫാസിസത്തിന്റെയോ വർഗ ഫാസിസം നടപ്പാക്കുന്ന ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റിനെ ഒരു വരി പോലും കുത്തിക്കുറിക്കാത്ത കുറെ മഹതികളൊക്കെ അങ്ങ് വന്നിട്ട് കവിത രചിക്കുന്നു, എഴുത്തുണ്ടാക്കുന്നു. എന്തൊക്കെയാ ഇവിടെ കണ്ട മുകിലുകൾ? മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ? അല്ലല്ലോ. ഇവരെയൊക്കെ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് അല്ലെങ്കിൽ തട്ടിമാറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ വെറ്റകൾ തന്നെ വന്നിട്ട് പ്രസ്ഥാനത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന, കുത്തിവിടുന്ന, എതിരാളികൾക്ക് അടിക്കാൻ വടിയിട്ട് കൊടുക്കുന്ന ഇവറ്റകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണ്ടേ? ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് കോൺഗ്രസ്സുകാരനാ? നിങ്ങൾ ചിന്തിക്കൂ. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രൊഫൈലിലും 6 സ്റ്റേറ്റ്മെന്റുകൾ അവർ ഇപ്പൊ പ്രൊഫൈലിൽ കയറ്റിവെക്കുന്നത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഈ പറയുന്ന 4 or 5 വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയ നേതാക്കന്മാരുടെ ഓരോരോ സെന്റൻസ് എടുത്തിട്ടാണ് അവർ വെക്കുന്നത്. കവിത രചിച്ച് പാട്ടാക്കി മാറ്റി മുല്ലപ്പൂവിന്റെ സുഗന്ധമൊക്കെ വർണ്ണിച്ചിട്ടാണ് ഒരു കവിത വന്നത്. ആ കവിത ഏറ്റവും കൂടുതൽ കൊണ്ട് ആഘോഷിക്കുന്നതാരാ? സംഘപരിവാർ പ്രൊഫൈൽ, CPM പ്രൊഫൈൽ. ആർക്കായത് നേട്ടങ്ങൾ ഉണ്ടാക്കുക? ചോദിക്കണം നിങ്ങളുടെ മനസ്സാക്ഷിയോട്. കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരോ പൗരനും ചിന്തിക്കണം, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ യോജിക്കണം. രാഹുൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോട്ടെ, അത് അവിടെ കോടതി തീരുമാനിക്കട്ടെ. കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കട്ടെ. ഇവിടെ എന്ത് തർക്കം വന്നു? ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പോവത്തില്ല. പക്ഷേ എതിരാളികൾക്കൊരു ആയുധമില്ല. ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളും അമ്പലം കട്ടതും കൊള്ളയും മറച്ചു വെക്കാൻ എന്തെങ്കിലും അലിഗേഷൻ കിട്ടുമോ എന്ന് നോക്കി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കകത്തുള്ള ചില നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട്
ചില സ്ത്രീകളെ രംഗത്തോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെയുള്ള ഒരു ആരോപണം കെട്ടിച്ചമക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്കിപ്പോ? ഞാൻ ആവർത്തിച്ച് വീണ്ടും നിങ്ങളോട് പറയുന്നു, രാഹുലിനെ ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ രാഹുലിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുമ്പം ഈ ഏറും അടിയും ചവിട്ടും കുത്തും മുഴുവനും കോൺഗ്രസ് എന്ന ആശയത്തിന് നേർക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എവിടെ നിന്ന് ആദ്യം ഉണ്ടായി, എവിടെ നിന്ന് ഇത് ഉത്ഭവിച്ചു, എന്നിട്ട് ഇത് ആരിതിനെ ഏറ്റെടുത്തു, ആരിതിനെ കൂടുതൽ ഈ രാഹുലിനെയും ഇതിനെയും കുറ്റപ്പെടുത്തി വന്നു എന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം എന്നെ പോലെ തന്നെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കും മുരാൻ തന്നിട്ടുണ്ടല്ലോ. അത് ചിന്തിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കം മുതൽ തന്നെ പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ അതിനെ കൃത്യമായിട്ട് തന്നെ, ഞാൻ പ്രസ്ഥാനത്ത് നിന്ന് ₹1 കാശ് വാങ്ങിച്ചിട്ട് നിൽക്കുന്നവനൊന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാ ക്ലിപ്പിലും പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ബന്ധം പോലും എനിക്കില്ല. ഞാൻ ആരുടെ സീറ്റിലും കോൺഗ്രസിൽ ആയവനുമല്ല. മനസ്സിലായ? എന്നെ ആർക്കും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ എന്റെ റൈറ്റ് ഉണ്ട്, എന്റെ അഭിമാനമുണ്ട്. എനിക്ക് ഇന്ദിര തന്ന കൈച്ചിഹ്നമുള്ള കാലത്തോളം എന്റെ ജീവിതത്തിന്റെ മരണത്തിന്റെ അവസാനം വരെ ഞാനുമായി ബന്ധപ്പെടുന്നവരും ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. പക്ഷെ ഉണ്ടാകുമ്പോഴും ഈ നേതാക്കന്മാർ എന്ന് പറയുന്ന ചിലർത്തം വന്ന് അവരുടെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഈ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ കൈക്ക് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങൾ അങ്ങനെ ജീവവായുവിനെ പോലെ, പ്രാണവായുവിനെ പോലെ നെഞ്ചിലേറ്റൊരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ മഹത്വം ഞങ്ങളുടെ പൂർവികന്മാരുടെ ചരിത്രങ്ങളും ഹിസ്റ്ററിയും വായിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. ഈ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയും ഈ പ്രസ്ഥാനത്ത് ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയും അവർ തയ്ച്ച ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളുണ്ട്. മനസ്സിലായ? അങ്ങനെ ഉണ്ടാക്കിയൊരു പ്രസ്ഥാനത്തെ വിറ്റ് കാശാക്കാനോ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയോ താൻ പോരിമ ഉണ്ടാക്കാനും വേണ്ടിയോ മുന്നോട്ട് ഏതും വന്നു കഴിഞ്ഞാലും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ശബ്ദം നിലയ്ക്കുന്നത് വരെ ഇനി എന്തൊക്കെ ത്യാഗങ്ങൾ ഞാൻ സഹിക്കേണ്ടി വന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശബ്ദം കേൾക്കാൻ അവസാനത്തെ ഒരാൾ എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ സംസാരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിന് എന്ത് തന്തക്ക് വിളി കേട്ടാലും ശരി, ഇനി എന്നെ എന്ത് കുറ്റപ്പെടുത്തിയാലും ശരി. പിന്നെ കാലം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ആശയങ്ങളുമാണ് ശരിയെന്ന് ഈ കാലം തെളിയിക്കട്ടെ. അത്തരം നിലപാട് സ്വീകരിച്ച ഒരുപാട് എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെ പിന്നിൽ കഴിഞ്ഞുപോയ യാത്രാവേളകളിൽ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില ഘട്ടങ്ങളിൽ ചില വിഷയത്തിനകത്ത് ഉയർത്തിപ്പിടിച്ച് പറയുമ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ വന്ന് എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ അതൊക്കെ ആ പോസിറ്റീവിലേക്ക് കണ്ടിട്ടുള്ളൂ. പിന്നീട് ആ കുറ്റപ്പെടുത്തിയ ചില കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തന്നെ വന്ന് എന്നോട് ക്ഷമാപണവും നടത്തിയിട്ടുണ്ട്. അത് കാലം തരുന്ന നീതിയാ. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടം. നേതാക്കന്മാരുടെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ല. നോക്കൂ, നിങ്ങൾ ഇവിടെ തുടക്കം മുതൽ അവനെ പുറത്താക്കണം, ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള ഞാനെന്ന ഭാവം ആ പുള്ളി പറഞ്ഞു നടന്നു. ഇല്ലേ, നമ്മൾ കേട്ടതല്ലേ? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. 3 ഇന്റർസ്റ്റേറ്റിനകത്ത് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ചുമതല കൊടുത്തു. ഗുജറാത്തിൽ അദ്ദേഹത്തെ പാർട്ടിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഇദ്ദേഹത്തിനൊക്കെ ഏൽപ്പിക്കുന്ന കാലത്തിന് മുമ്പ് നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തനിച്ച് മത്സരിച്ചപ്പോൾ 77 സീറ്റ് ഉണ്ടായി. അന്ന് ആർക്കും ചുമതല കൊടുത്തിട്ടില്ല. അന്ന് രാഹുൽ ഗാന്ധി 10ഓ 15ഓ റാലിയിൽ പങ്കെടുത്ത ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാത്ത കാലത്ത് ഞങ്ങൾക്ക് 77 സീറ്റ് കോൺഗ്രസിന്. എന്നാൽ ഈ കഴിഞ്ഞ ഗുജറാത്ത് ഇലക്ഷനിൽ ഈ പുള്ളിക്ക് അങ്ങോട്ട് ചുമതല കൊടുത്തു. ഞാൻ അങ്ങ് വലിയ അവറുകളാക്കും, ഇനി കോൺഗ്രസ് പാർട്ടിയെ ഗുജറാത്തിൽ ഞാൻ അധികാരത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഒരു തൊപ്പിയൊക്കെ വെച്ച് അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കൂലി എഴുത്തുകാരി ഫേസ്ബുക്കിലൊക്കെ കൊണ്ടേ അങ്ങിട്ടു. ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെ നാമാഭിഷേകമായിരിക്കും അവിടെ എന്ന് ഞാൻ ഇതേ ഫേസ്ബുക്കിലെ കുറിച്ച് തന്നെ ഞാൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. അവസാനം ഗുജറാത്തിലെ ഇലക്ഷൻ വന്നു, 77-ന് 7 സീറ്റാക്കി. പുള്ളി തിരിച്ച് കേരളത്തിലേക്ക് വന്നു. നിങ്ങൾ നോക്കണം, നിങ്ങൾ കോൺഗ്രസിന്റെ പരാജയം എവിടുന്നാ തുടങ്ങുന്നത്. അതിനുശേഷം മഹാരാഷ്ട്ര ഇലക്ഷൻ വരുന്നു. മഹാരാഷ്ട്രയുടെ പൾസ് മുഴുവൻ എനിക്കറിയാം. ഞാൻ അവിടെ 20 വർഷക്കാലം ജീവിച്ച വ്യക്തിയാ. റാന്തുലക്ക് വേണ്ടി ബൂത്തിലിരുന്ന വ്യക്തിയാ. റാന്തുലക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാ റായ്ഗാഡ് ജില്ലക്കകത്ത്. അന്ന് റാന്തുലന്റെ എതിര് CPIMന്റെ ജാംഷെഡ് ഠാക്കൂറ. മനസ്സിലാക്കണം നിങ്ങൾ, അന്ന് റാന്തുല അവിടെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഈറ്റില്ലമായ മഹാരാഷ്ട്രയും ഇദ്ദേഹത്തിന്റെ ചുമതല കൊടുക്കുക ഇലക്ഷനിൽ. അവിടെ പോയി ഇതേപോലെ തന്നെ കുറച്ച് ഷോ കളിച്ചു, കുറെ തൊപ്പിയൊക്കെ വെച്ചു, കുറെ പടങ്ങളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, മറ്റേ ഹിന്ദി അറിയാം, മറാഠി അറിയാം. കോൺഗ്രസ് തൂത്തിങ് വാരും എന്ന് പറഞ്ഞു. അവിടെ എന്താ സമം? കോൺഗ്രസിന് തനിച്ച് 46 സീറ്റ് ഉണ്ടായിരുന്നു.
അന്ന് അയാൾ പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ അത് 2 മാറ്റി പുള്ളി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇതല്ലേ അവസ്ഥ? ഇതല്ലേ ഇവർ മുന്നിൽ നിന്ന് നയിച്ചിട്ട് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്? അപ്പൊ ഇങ്ങനെ പോയ സ്ഥലത്ത് മുഴുവൻ നമുക്ക് പരാജയമുണ്ടാക്കി. അത്തരക്കാരാണ് ഇന്ന് ജനകീയമായി ഉയർന്നു വരുന്ന നേതാക്കന്മാർക്കെതിരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുക, ഗോവ എങ്ങനെയാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്? ആദ്യത്തെ ടൈമിൽ BJP എങ്ങനെയാണ് അധികാരം പിടിച്ചത്? മണിപ്പൂർ എങ്ങനെയാണ് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത്? ഇതൊക്കെ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ യോജിക്കണം. ഇനി അതും വേണ്ട, കേരളത്തിൽ തന്നെ എടുത്തു വെക്കുക. നിങ്ങൾക്ക് കേരളത്തിൽ സംഘടനാ ചുമതല ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീപാദാസ് മുൻഷിയെ ഇങ്ങോട്ടേക്ക് അയച്ചു. എന്താ സ്ത്രീയെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടായത്? കേരളത്തിനകത്ത് കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ മുഴുവൻ പാർട്ടി നല്ല ഫോമിൽ വിജയിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ KPCC പ്രസിഡന്റായ K. സുധാകരനെ മാറ്റുന്നത്. ഇത് ഞാൻ മാറ്റുമ്പോൾ ഞാൻ സുധാകരന്റെ ഭക്തനാണ്, സുധാകരന്റെ അടിമയാണ് എന്നൊന്നും ആരും ധരിക്കേണ്ട, അങ്ങനെ കമന്റ് ഇടണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ടോ ഒരു നേതാവിന്റെ വെട്ടിതാങ്ങിയായിട്ടോ ഞാൻ ആർക്കും വേണ്ടി വാദിക്കുന്നതല്ല. കോൺഗ്രസിന്റെ ആശയത്തിന് വേണ്ടിയിട്ടാണ് എന്റെ പോരാട്ടം. അത് തനിച്ചായി ഞാൻ പറഞ്ഞു വെച്ചതുപോലെ എന്റെ അവസാനം വരെ ഉണ്ടാവും. അങ്ങനെ കേരളത്തിൽ ഇത്ര നല്ലൊരു സുവർണാവസരമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റുന്നു. എന്താ മാറ്റാനുണ്ടായ കാരണം? ഇന്നും ഏതെങ്കിലും പാർട്ടി പ്രവർത്തനിക്ക് അതിന്റെ കാരണം അറിയോ? അറിയത്തേയില്ല. അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈലിൽ മുഴുവൻ എന്താ ഉണ്ടാക്കിയത്? പിണറായി വിജയനെ താഴെ ഇറക്കാൻ വന്ന KPCC പ്രസിഡന്റിനെ ഞങ്ങൾ ഇറക്കി എന്നുള്ള പ്രൊഫൈൽ ക്യാമ്പയിൻ നടത്തി. ആർക്ക് അടിക്കാൻ വഴി ഇട്ട് കൊടുത്തു? ഇടതുപക്ഷത്തിനും സംഘപരിവാറിനും അത് ഇട്ടുകൊടുത്തു. അപ്പൊ അവസാനം ആരുടെ വാക്ക് കേട്ടിട്ടാ എന്ന് ഞാൻ ന്യൂട്രൽ അന്വേഷിച്ച് നോക്കുമ്പം ഇവിടുത്തെ കേരളത്തിലെ കുറച്ച് നേതാക്കന്മാർ ദീപാദാസ് മുൻഷിക്ക് ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി AICC കൊടുക്കുന്നു. AICC ഇത് അംഗീകരിക്കുന്നു. ആരാ ദീപാദാസ് മുൻഷി? സ്വന്തം സ്റ്റേറ്റിനകത്ത് കോൺഗ്രസിന് മികച്ച വിജയം നടക്കുന്ന ഒരു മണ്ഡലം ആ സ്ത്രീക്ക് മത്സരിക്കാൻ കൊടുത്ത് പാർട്ടിയെ 3ാം സ്ഥാനത്തിലേക്ക് തള്ളിച്ച് പരാജയപ്പെട്ട് വന്ന ഒരു സ്ത്രീയാണ് കേരളത്തിന്റെ ഒരു സ്ഥലവും അറിയാത്ത ഇവിടെ ചുമതല കൊടുത്തിട്ട് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസാക്ഷിയോട് നിങ്ങൾ യോജിക്കണം. കോൺഗ്രസിന്റെ തകർച്ച എവിടുന്നാ തുടങ്ങുന്നുള്ള കാര്യം, ആരാ ഇതിനെ തകർക്കുന്നുള്ള കാര്യം? ജനങ്ങളല്ല, പ്രവർത്തകരല്ല, ഇവരുടെ തെറ്റായ നയങ്ങൾ. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പെട്ടെന്നൊരു മാറ്റം കേരളത്തിനകത്ത്. ഇങ്ങനെ ഒരു തെറ്റായ ഇന്ത്യയിലെ കൂടി ഒരു കാരണവുമില്ലാതെ ഒരു KPCC പ്രസിഡന്റിനെ മാറ്റി ഇങ്ങനെയുള്ള വഴിയായിട്ടുള്ള കോൺഗ്രസിന്റെ ചില കുബുദ്ധികളുടെ ചില തെറ്റായ നയത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ് കോൺഗ്രസിന് പരാജയം സംഭവിക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ വിഷയം കൂടി വരുന്നത്. കേരളത്തിനകത്ത് 14 ജില്ലാ പഞ്ചായത്തും 8ഓളം വരുന്ന കോർപ്പറേഷനുകളും അതുപോലെ തന്നെ ഇത് മുഴുവൻ ഒരു പകുതി മുക്കാഭാഗവും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരും. അത്ര പെർഫോമൻസിൽ ഈ യുവ നേതാക്കന്മാരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അലിഗേഷൻ ഒക്കെ വരുന്നത്. എന്തിനേറെ പറയുന്നു, പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും കോൺഗ്രസിന് 100% വിജയസാധ്യത ഉണ്ടായിട്ടുണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. അത്തരം ഘട്ടങ്ങളിലാണ് രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് ആര് കൊണ്ടുവിടുന്നത്? ഈ മാധ്യമങ്ങൾ കൊണ്ടുവിടുന്നത്. മനസ്സിലാക്കണം, ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ ചറ്റത്തരമാണ് എന്ന് തിരിച്ചറിയാൻ വകതിരിവില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ശ്വാസം വിടാൻ പോലും നേരെ വണ്ണം കഴിയാത്ത കുറെ എണ്ണം കിളവന്മാർ വന്ന് കോൺഗ്രസിന്റെ കിളവന്മാർ വന്നിട്ട് പിന്നെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ കൂത്താൻ വേണ്ടി ശ്രമിച്ച് രാഹുലിനെ പുറത്താക്കണം, അങ്ങട്ടാക്കണം എന്ന് പറഞ്ഞു. കേൾക്കും, അങ്ങനെയാണ് ഇപ്പം പാർട്ടി മുന്നോട്ട്. അങ്ങനെ പാർട്ടിക്ക് ഒരു ഉജ്ജ്വലമായ വിജയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി, തളർത്താൻ വേണ്ടി എതിരാളികൾ ചെയ്യാൻ പോലും മടിക്കുന്ന കാര്യങ്ങൾ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുതികാല് വെട്ടിയിട്ട് സ്വയം പ്രഖ്യാപിത രാജാവായി സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഇവറ്റകളെ തിരിച്ചറിയാത്ത കാലത്തോളം ഞാൻ ആവർത്തിച്ച് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, കോൺഗ്രസ് വികാരമുള്ള പ്രവർത്തകരോട് പറയുന്നു, പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കോ. ഞാനിപ്പം തന്നെ ഇന്ന് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഞാനുമായി ബന്ധപ്പെടുന്ന 510 പേരോട്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരോട് ഈ റിയാദിൽ വെച്ചിട്ട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കും. അതിലേകദേശം 472 പേരും രാഹുലിന്റെ പക്ഷത്തും ഈ കോൺഗ്രസ് പാർട്ടി എടുത്ത തെറ്റായ നയത്തിന് എതിരെയാ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവരാരെയാ ബോധ്യപ്പെടുത്തുന്നത്? കോൺഗ്രസ് ഭയങ്കര തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നും കൂടി ഒന്ന് പരിശോധിക്കണ്ടേ? അതാ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യവും തന്റെ ഇടമുണ്ടെങ്കിൽ, ഇപ്പം പ്രവർത്തകർ വീടാന്തരം കയറുന്നുണ്ട്, അവരോട് ഒരു സർവേയും കൂടി എടുക്കാൻ വേണ്ടി പറയാ. നിങ്ങൾ 2-3 ഷീറ്റ് കൊടുക്കുക, ഓരോരോ വീട്ടിലേക്കത്തും ചോദിക്കുക, നിങ്ങൾ രാഹുലിന്റെ പക്ഷത്താണോ? രാഹുലിന്റെ പക്ഷത്ത് എന്ന് പറയുന്നതല്ല, പക്ഷെ രാഹുലാണല്ലോ ഇപ്പം വേട്ടയാടുന്നത്. അതുകൊണ്ട്
സ്റ്റേറ്റ് നേതൃത്വം എടുത്ത തീരുമാനമാണോ ശരി, അല്ലെങ്കിൽ രാഹുലിന്റെ കാര്യങ്ങളാണോ ശരി എന്നുള്ള ഒരു സർവേ ഫലം നിങ്ങൾ നടത്തും. അതിനകത്ത് ഒരു വോട്ട് നിങ്ങൾക്ക് അധികം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ നേതൃത്വം എടുത്ത കാര്യമാണ് ശരി എന്ന് നിങ്ങൾ തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഏത് സ്ഥലത്ത് വന്നിട്ടും നിങ്ങളെ കക്കൂസിൽ പോകുന്ന വേസ്റ്റ് വാരിത്തുന്നാൽ ഞാൻ തയ്യാറാ, ഞാൻ വെല്ലുവിളിക്കുക നിങ്ങളാ കേട്ടോ. പിന്നെ പ്രതിഷേധമുണ്ടാകുന്ന സൈബർ ഇടത്തിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധങ്ങളും അവരുടെ എന്താ പറയേണ്ടത് ആശങ്കയും വേവലാതിയും ഈ പാർട്ടി നശിച്ചു പോകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ വൃത്തികേടമായിട്ട് ആക്ഷേപിക്കുന്ന, മുഖമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ വർഗങ്ങൾ ഇപ്പോഴും എന്താ പറയുക വിഡ്ഢിയുടെ സ്വർഗലോകത്തിലാ ജീവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇനിയും നിങ്ങൾക്ക് സംശയം വേണ്ടെങ്കിൽ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്ന മുഴുവൻ മാധ്യമത്തിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ നിങ്ങൾ പോയി ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ രാഹുലിന് അനുകൂലമായിട്ടല്ല ഞങ്ങൾ പറയുന്നത്, രാഹുൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറ്റം തെളിയിക്കുന്നത് വരെ അവനെ വേട്ടിയാടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റിന്റെ അടിയിൽ അവനിക്കല്ലാതെ വേറൊരാൾക്കും പിന്തുണയില്ല. എന്നാൽ അവനിക്കെതിരെ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പോസ്റ്റിനടിയിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഇവരെ പച്ചത്തെറി എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാ എന്നും കൂടി ഇവറ്റകളിൽ ആത്മപരിശോധന നടത്തണം. ഇനി അതല്ല, ഇതൊക്കെ കേട്ടിട്ട് ഉളുപ്പില്ലാണ്ട് ഇതുപോലത്തെ വിടുവായിത്തം വിളിച്ച് നടന്ന് പറയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് നിങ്ങൾക്ക് തുടരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, പാർട്ടി നിങ്ങളല്ല, പാർട്ടി ഇവിടുത്തെ സമൂഹ ജനങ്ങളാണ്. ജനങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, മനസ്സിലാക്കണം. ജനങ്ങൾ ഉണ്ടെങ്കിലേ പ്രസ്ഥാനമുള്ളൂ, മനസ്സിലായ? അപ്പൊ ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്കുക. അല്ലാതെ നിങ്ങൾ 10-12 പേര് ഞങ്ങൾ കമ്മിറ്റി കൂടി ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ പാർട്ടി ആരാ എന്നും കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്തുക. ശൂന്യമാണോ പാർട്ടി? പാർട്ടി എന്ന് പറയുന്നത് അണികളാ. ആ അണികൾക്ക് ബോധ്യപ്പെടണം, ആ അണികളോട് അഭിപ്രായം ചോദിക്കണം. അല്ലാതെ നിങ്ങൾ അവിടെ പോയി നല്ലൊരു ഓഫീസും പാർട്ടി പ്രവർത്തകരുടെ ഫണ്ടും കൊണ്ട് ഉണ്ടാക്കി വെച്ച ഓഫീസിൽ സ്ഥിരീകരിച്ച മുറിയിൽ ഇരുന്ന് പാർട്ടിയുടെ അണികൾ രാവും പകലും കഷ്ടപ്പെട്ട് നിങ്ങളൊരു നേതാവാക്കി അങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൊടിവെച്ച കാറിലും മേസിയും ചാലുവാക്കി ഇരുന്നിട്ട് ഞങ്ങൾ പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഈ വിടുവായിത്തം വിളിച്ച് പറയുമ്പോ ഈ അണികളില്ലെങ്കിൽ നിങ്ങളില്ല, നിലപാടില്ല, പാർട്ടിയില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവിടെ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്കൊരു നയമുണ്ട്. എന്താണോ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ പുരോഗതി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിനകത്ത് ഒരു നയരൂപീകരണം, അതാണ് നയം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്ക് നേരെ ആക്ഷേപങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അതൊരു നയത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രാഹുലിന് ഒരു അവകാശം വരും ഇത്ര വർഷം കഴിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതിനകത്ത് നയത്തിലേക്ക് കുത്തിക്കയറ്റാൻ അങ്ങനെയും പറയരുത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു വന്നത്. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണോ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അത് കേൾക്കുമ്പോൾ അവർക്ക് ചിന്തിക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഊളത്തരമാണെങ്കിൽ ഊളത്തരം എന്ന് തിരിച്ചു പറയും എന്നുള്ള ബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചില പെട്ടരാങ്ങകൾക്ക് വേണ്ടി വളർന്നു വരുന്ന പ്രസ്ഥാനത്തിന് ഉപകാരപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ആരെങ്കിലും അവകാശം കൊണ്ടുവന്നിട്ട് അങ്ങ് കുടുക്കി കളയ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇത് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് 22-ാം നൂറ്റാണ്ടിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ യുഗത്തിൽ ലോകം എത്തിയിട്ടുണ്ട്, വിരൽത്തുമ്പിൽ ലോകം എത്തിയിട്ടുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇനിയും തന്നെ ഉണ്ടാക്കുക കേട്ടാ. ഓക്കെ. ഇനി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇനി എങ്ങാനും പഞ്ചായത്ത് ഇലക്ഷനിൽ നല്ല ഫോമിൽ പോയ ഒരു പാർട്ടിയായിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലാ പഞ്ചായത്തും UDFന്റെ കൈകളിൽ എത്തേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ തരത്തിലേക്ക് വിവാദത്തെ കത്തിച്ച് ഇനി എങ്ങാനും പാർട്ടിക്ക് പരാജയമുണ്ടായാൽ ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പറയുന്ന 4 എണ്ണം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അന്നേരം കണമുണ വർത്താനവും പറഞ്ഞ് ഇത് മറ്റേ വിഷയത്തിന്റെ മുകളിൽ നിന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ അവരുടെ ജൽപ്പനങ്ങൾ കൽപ്പിക്കുമ്പോൾ അതിന്റെ പിറകെ പോയിട്ട് കോൺഗ്രസിന്റെ എഴുജങ്ങളാണ് പോയി ഇത് രാഹുലിന്റെ വിഷയത്തിലാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ബാക്കി കാര്യങ്ങൾ. മനസ്സിലാക്കി കേട്ടോ. ഇപ്പൊ രാഹുലൊന്നുമില്ലല്ലോ, രാഹുലിനെ പുറത്താക്കിയില്ലേ? ഓക്കെ, അത്രേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. ഓക്കെ. അതുകൊണ്ട് മാധ്യമ അജണ്ടക്കനുസരിച്ചിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ദേശീയ തലത്തിലായാലും സ്റ്റേറ്റിനകത്തായാലും 30 വർഷമായി മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു. ആ തിരിച്ചറിവ് നിങ്ങൾക്കൊക്കെ വേണ്ടടോ. ഇനി അതും മാത്രമല്ല, ഈ നാണംകെട്ട മൊട്ടയുടെ ചാനൽ, ആ ചാനലാണ് ഈ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ പാർട്ടി അടക്കം പ്രതിരോധത്തിലാക്കാൻ വേണ്ടി രാഹുലിന്റെ പേര് മുന്നിൽ വെച്ചിട്ടാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ CPM അച്ചാരം വാങ്ങി ഈ ന്യൂസ് മുഴുവൻ കൊടുക്കുന്നത്.
ആ ന്യൂസിന് കൊടുക്കുന്നതിന്റെ ഇടയിൽ പോയിട്ടാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ കോൺഗ്രസിന് അങ്ങ് വലിയ മുഖമാണ് എന്ന് ചില പറഞ്ഞു നിൽക്കുന്ന ഇയാൾ പോയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ മാധ്യമത്തിൽ പോയിട്ട്, ആ മോട്ടന്റെ ചാനലിൽ പോയിട്ട് ഉളുപ്പുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസിന്റെ വിചാരമുള്ള മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ആ ചാനൽ ലോക്ക് ചെയ്ത് ഇപ്പൊ ചാനൽ തുറക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ചാനലിനകത്ത് ഒരു ഉളുപ്പുമില്ലാതെ പ്രവർത്തകർക്ക് മുഖത്ത് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ബൈറ്റ് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലാക്കണം. എന്നിട്ട് പറയും കോൺഗ്രസിനെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി, കോൺഗ്രസിനെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി, കോൺഗ്രസിനത് പേരുദോഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോ ഞാൻ പറയട്ടെ, ഊളകളല്ല ഇവിടുത്തെ സമൂഹം. രാഹുൽ വരുന്നതിന് മുമ്പും ഈ പാർട്ടിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആ മറുപടിയും പറയണം. പിന്നെ ഒരു ഊളത്തരം പറഞ്ഞ് ഞങ്ങൾ ഉണ്ടായപ്പോഴും കോൺഗ്രസ് 2-3 പ്രാവശ്യം വിജയിച്ചിട്ടില്ലേ, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? വന്നിട്ടില്ല. പക്ഷേ അവിടെ കോൺഗ്രസിന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഗവൺമെന്റ് ഫോം ചെയ്തതെന്നുള്ള ചരിത്രപരമായ സത്യം അത് എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അതൊന്നും എന്താ പറയണത് അധികകാലം നിലനിൽക്കില്ല എന്നുള്ള ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാവണം. 2001 തെന്നല ബാലകൃഷ്ണപിള്ള സാർ KPCC പ്രസിഡന്റ് മാറ്റി ഈ മുരളീധരനെ ആക്കുമ്പോ എത്ര സീറ്റായിരുന്നു ഞങ്ങൾക്കുള്ളത്? 61 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തനിച്ചുണ്ടായിട്ടുണ്ട് ഇല്ലേ? അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2025 ഈ വർഷത്തിന്റെ അവസാന മാസം എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത് 22 സീറ്റാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് ഇവര് പാർട്ടിയെ മുന്നോട്ട് നയിച്ച് വലിയ കോൺഗ്രസിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയതിന്റെ കൃത്യമായ തെളിവ് മനസ്സിലാക്കണം. എന്നിട്ടും പറയാ ഞങ്ങൾ അധികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെ ബലത്തിൽ? ഘടക കക്ഷികളുടെ ബലത്തിൽ. സ്വന്തം പ്രസ്ഥാനത്തെ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടി പറയണം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഈ വിടുവായിത്തം പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പൊട്ടന്മാരല്ല, കോൺഗ്രസിന്റെ പ്രവർത്തകർ വിഡ്ഢികളല്ല. അവർക്കൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനും എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തർക്കമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതി വിധി വരുന്നതിന് മുമ്പേ, കോടതിയിൽ വാദം കേൾക്കുന്നതിന് മുമ്പേ നിങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ജഡ്ജിയോ ഒന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മിനിയാന്ന് ഒരു സ്പെഷ്യൽ കോടതി അതിന് ജാമ്യം നിഷേധിച്ചു. ആ ജാമ്യം നിഷേധിക്കാണ്ടായ സാഹചര്യം മുഴുവനും ആ എന്താ പറയാ വിധി പകർപ്പിന്റെ ഭാഗം ഇന്ന് മുഴുവൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കിട്ടുന്നു. അത് വായിക്കാനുള്ള സാമാന്യ മര്യാദയും നിങ്ങൾ കാണിക്കണം. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏതർത്ഥത്തിലാണ് ജാമ്യം നിഷേധിച്ചത്? ജാമ്യം കിട്ടേണ്ട വകുപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് ആ കോടതിക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷെ ചില വരികൾ വരുമ്പോ അതിനകത്ത് ഇപ്പം ജാമ്യം കൊടുത്താൽ മറ്റൊരു വിഷയത്തിലേക്ക് പോവണ്ട എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ കോടതിക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ജാമ്യം നിഷേധിച്ചത്. അല്ലാതെ വലിയ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതാണ് ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞത്. മനസ്സിലായോ? അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ പുറത്താക്കലിന്റെ കഴുതും കടലാസും ഒക്കെ എഴുതി വെച്ചിട്ട് ആരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാ? ഈ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ ഈ പാർട്ടി ഇവിടെ വളരുന്നത്? അറിയോ? അങ്ങനെയാണെങ്കിൽ നാഷണൽ അറാണ് വിഷയത്തിന്റെ പേരിൽ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ റോബർട്ട് വരേദക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ ചട്ട മാധ്യമങ്ങൾ കള്ളക്കഥകൾ പടച്ചു വിടുന്നില്ലേ? അതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ വേണ്ടിക്ക് അതും ചെയ്യും. നിങ്ങൾ വേണ്ടിക്കിൽ അതും ചെയ്യും. ആ ഗാന്ധി കുടുംബത്തിനെ പോലും നിങ്ങൾ ഒറ്റുകൊടുക്കും, തർക്കമില്ല. കാരണം അത്ര നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ കോടതിക്കകത്ത് എന്തെങ്കിലും ഒരു വിധി വരുമ്പോഴേക്ക് ഞങ്ങളിതാ പൊറ്റാക്കിയേ, ഞങ്ങളിതെന്തോ സംഭവമാണ് എന്നുള്ള ധാരണയിലും മാറ്റി അങ്ങ് വെക്കുക കേട്ടാ. ഞാൻ അതാ പറഞ്ഞത്, ഒരു പ്രോസസിംഗ്, ഒരു കേസ് നടക്കുമ്പോ ഒരു കേസ് FIR കോടതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വാദങ്ങൾ ഉണ്ടാകും, പ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനകത്ത് അവസാന ഒരു ബൈൻഡപ്പ് വരും, കോടതിന്റെ ഒരു വിധി വരും. ആ വിധി വരുന്ന ദിവസത്തിലാണ് രാഹുൽ കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് മാപ്പില്ല, ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്താക്കാം. അല്ലാതെ ഒരു ജാമ്യം, മുൻകൂർ ജാമ്യം ഒന്ന് നിഷേധിച്ചു, അത് സ്പെഷ്യൽ കോടതിയാ. ഇവറ്റകൾക്ക് അറിയാനിട്ടല്ല. അതിന് അപ്പുറത്തേക്ക് സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അത് വിട്ട സുപ്രീം കോടതിയുണ്ട്. അപ്പൊ ഇതൊന്നും കേൾക്കാതെ അവിടെ തയ്യാറാക്കി വെച്ച സ്ക്രിപ്റ്റ് എടുത്തിട്ട് അങ്ങ് വായിക്കുക. ഞങ്ങൾ പൊറ്റാക്കി, ഇനി രാഹുലിനെ അംഗീകരിക്കുന്നവർ കോൺഗ്രസുകാരല്ല. നിങ്ങളെ സീറ്റുമല്ലല്ലോ ഇപ്പം കോൺഗ്രസ് ഇവിടെ ഇനി പ്രവർത്തകർ നിൽക്കുന്നത് അല്ലേ നിങ്ങളങ്ങ് പറയുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ ഞാൻ എക്കാലവും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവനെ അടിമയായിട്ട് അങ്ങ് അംഗീകരിക്കുന്നതോ അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ഒരു നിരപരാധിയോ കുറ്റവാളിയോ എന്ന് കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കാലയെ കൂട്ടിയിട്ട് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഈ പാർട്ടിക്കകത്തുള്ള
ഈ നേതാക്കന്മാർക്കെതിരെ ഞാൻ കൃത്യമായിട്ട് ഞാൻ നിലപാട് പറയും. അതിലൊന്നും ഒരു തർക്കവുമല്ല. എനിക്ക് അതിൻ്റെ രാജ്യം തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഏതെങ്കിലും പ്രേക്ഷകർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ കമന്റായി അടയാളപ്പെടുത്തി ഞാൻ അതിന് മറുപടി ഞാൻ പറയാം. ഓക്കെ. സൈനുദ്ദീൻ ഭായി പാർട്ടി കളവുമാർ നഷ്ടപ്പെടുത്തുന്നു കമന്റ് ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത്. അതിന് ഇനിയിപ്പം നമുക്ക് ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഇവരെ നേതൃത്വത്തിൽ മാറ്റും കാര്യങ്ങളൊന്നും നമ്മളാരും വിശ്വസിക്കേണ്ട. ഇവരെ ഇനി നിലക്ക് നിർത്താനും ഈ പാർട്ടിയെ രക്ഷിക്കാനും ഇവിടുത്തെ സാധാരണ പ്രവർത്തകരൊക്കെ കഴിയൂ. അത് ഈ നിലപാട് സ്വീകരിച്ച ഈ പാർട്ടിക്ക് നേരെ ഇതുപോലുള്ള അലിഗേഷൻ ഉണ്ടാക്കുന്ന നേതാക്കന്മാരുടെ മണ്ഡലം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇലക്ഷനിൽ വരുമ്പോൾ നമ്മളെ മനസ്സിന്റെ അംഗീകാരം ഉണ്ടല്ലോ നമ്മൾ അടയാളപ്പെടുന്നത്, അതുകൊണ്ട് ഇവറ്റകളെ പുറത്താക്കുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല. പ്രസ്ഥാനം നിലനിൽക്കണം എന്നുണ്ടെങ്കിലാ പറയുന്നത് കേട്ടോ. ഓക്കെ. അല്ലാതെ പെട്ടി താങ്ങിയിട്ടോ കൂലി എഴുത്തുകാരോ ഉണ്ടെങ്കിൽ അത് അവരെ ആ വഴി തുടരട്ടെ. ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നതാ. എനിക്കങ്ങനെ ഒരു നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് ഞാൻ പ്രസ്ഥാനത്തിൽ നിന്നിട്ടൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്നവനുമില്ല. അങ്ങനെ അടിമത്തം പേരുന്ന ഒരു പാർട്ടിക്കാരനുമല്ല. മനസ്സിലായ? ഞാൻ ഇന്ന് വരെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നേതാവിന്റെ കാൽക്കളിട്ട് പോയിട്ടുള്ളത്. അത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിയമം അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഇനി എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാലും രാജ്യത്തിന്റെ നിയമം എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആ നിയമത്തിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇവറ്റകളിയൊന്നും കാണുമ്പോൾ മാടിക്കൂട്ട് കഴിച്ചിട്ട് ഈ പാർട്ടിയെ ചതിക്കുന്ന ഇവറ്റകളിയൊന്നും ക്ലേതാവ് ഒന്നും വിളിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വിഷയത്തിനകത്ത് ഈ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഞങ്ങളുടെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ സാറിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ പാലക്കാട് MP ആയ ശ്രീകണ്ഠൻ സാറിന്റെ അടുത്തു നിന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പോസിറ്റീവായിട്ട്, അങ്ങനെ രാഹുലിനെയും കുറ്റപ്പെടുത്തിയില്ല, എന്നാൽ മറ്റുള്ളവരെ ആക്ഷേപിച്ചില്ല. പാർട്ടിക്ക് ഒരു കോട്ടവും തട്ടുന്നില്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പക്വതയോടുകൂടി അവരൊക്കെ മറുപടി പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ഇമ്പമുണ്ട്. അങ്ങനെയേ പറയാനും കഴിയും. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇവറ്റകൾ 2-3 പേര് അങ്ങനെയല്ല. 2-3 പേരും 3-4 സ്ത്രീകളും അങ്ങനെയല്ല. ഇപ്പം പുറത്താക്കണം, ഇപ്പം അങ്ങനെയാക്കണം, ഇപ്പൊ സ്ത്രീകളെ അങ്ങ് ഉണ്ടാക്കി കളയണം എന്ന് പറയുന്നത്. അപ്പൊ ഇതേ വീട്ടമ്മമാര്, കേരളത്തിനകത്തുള്ള ആൺമക്കളുള്ള വീട്ടമ്മമാര് ഇപ്പറന്ന് മറ്റൊരു അലിഗേഷൻ വെക്കുന്നുണ്ട്. അവര് വേവലാതിയും മാവലാതിയും വെക്കുന്നുണ്ട്. അത് കാണുന്നില്ല. അപ്പൊ അതൊന്നും സ്ത്രീകളല്ലേ? എനിക്കതാ ആ ലോജിക്കാൻ മനസ്സിലാവുന്നത്. ഞാനിപ്പോ യൂട്യൂബും സോഷ്യൽ മീഡിയയും തുറന്നു നോക്കുമ്പോൾ 100 കണക്കിന് സ്ത്രീകൾ, അമ്മമാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആൺമക്കളെ എങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വിടും, ഇതുപോലുള്ള സ്ത്രീകൾ വന്ന് ഇങ്ങനെ എന്തെങ്കിലും കുടിക്കൽപ്പെടുത്തിയാൽ. പക്ഷെ അവര് അപ്പോഴും പറയുന്നുണ്ട്, തെറ്റ് ചെയ്തെങ്കിൽ 2 പേർക്കും ഒരു വധശിക്ഷ കിട്ടട്ടെ എന്നാ പറയുന്നത്. അല്ലാതെ ഒരാളെ മാത്രം അങ്ങ് മാറ്റി നിർത്തി മുല്ലപ്പൂവിന്റെ സുഗന്ധം അങ്ങ് തുറന്നു വിട്ടതാണ്, ഇവര് മാത്രമാണ് പ്രതി എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ സാധാരണ വീട്ടമ്മമാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവരിന്റെ ശക്തമായിട്ട് പ്രതിഷേധവും ഈ സമൂഹത്തിലുണ്ട്. മനസ്സിലായ? അപ്പൊ അതൊന്നും ഇവര് കാണാതെ അങ്ങ് മുല്ലപ്പൂ പോലെ കവിത രചിക്കാൻ, രചിക്കാൻ കുറെ എണ്ണം വരിയായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ പറയട്ടെ, ഈ കവിതയൊക്കെ രചിച്ചവളൊക്കെ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന എത്രയോ ഘട്ടങ്ങൾ ഉണ്ടായില്ലേ? കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരൊക്കെ അന്ന് കവിതയൊന്നും കിട്ടിയിട്ടില്ല. അന്ന് ഈ ഉന്താൻ വേണ്ടി പേന ചലിക്കൂലായിരുന്നു. ഇപ്പോഴും ഈ വിഷയത്തിന് മാത്രം എവിടുന്ന ഈ പേനയും ചലിപ്പിച്ചിട്ട് കവിതയും വല്ല കുത്തിക്കുറിക്കും കഥകളൊക്കെ എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഇപ്പം വിട്ടാൽ ഒരു ഹൈപ്പ് കിട്ടും. ഈ മൊട്ടന്റെ ചാനലിലും കുത്തിരിക്കും ഇപ്പോ. അപ്പൊ ആളെ മുമ്പിൽ 4 ആളാവാ. അത് പാർട്ടിക്ക് എന്ത് കൊട്ട സംഭവിച്ചാലും ശരി. അതാ ഞാൻ പറഞ്ഞത്. ആ കവിത കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കുത്തിക്കുറിക്കൽ കൊണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വല്ല ഗുണമുണ്ടായിട്ടുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ സകലമായ അന്തംഗമ്മികളുടെ പ്രൊഫൈലിലും സംഘപരിവാറിന്റെ പ്രൊഫൈലല്ലേ ഇപ്പൊ ഓടുന്നത്. അപ്പൊ അതായിരിക്കാ ഗുണം? അവരെ വിമർശിക്കാൻ എനിക്കെതിരെ കമന്റ് ഇടുന്ന കമന്റോളികൾക്ക് അത്തരം ഒരു പാർട്ടി സ്നേഹിയാണ് നിങ്ങളെങ്കിൽ, ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്ന മറ്റാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ, നട്ടല്ലുണ്ടോ? അത് പറ നിങ്ങൾ ആദ്യം. ഓക്കെ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനിയും പാർട്ടിക്ക് നല്ല ഹൈപ്പ് ഉണ്ട്. ഇപ്പൊ രാഹുലിന് പിന്നെ അറസ്റ്റ്, പിന്നെ എന്താ പറയുക, ഹൈക്കോടതിന്റെ ഭാഗത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്.
തിരിച്ചെടുക്കണം പാർട്ടിയിൽ. എന്നിട്ട് നാളെ ഒരു തുറന്ന വണ്ടി ഉണ്ടാക്കുക. കാശില്ലെങ്കിൽ ഞങ്ങൾ തരാം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ രാഹുലിനെയും ഷാഫിനെയും അതുപോലെ തന്നെ ഞങ്ങൾ അബിൻ വർക്കിനെയും പിന്നെ സന്ദീപ് വാര്യരെയും ഒക്കെ നിർത്തിയിട്ട് ഒന്ന് കറങ്ങി വരട്ടെ അവര്. നിങ്ങൾ നോക്കിക്കോ, 14 ജില്ലാ പഞ്ചായത്തും കേരളത്തിനകത്തുള്ള മുഴുവൻ കോർപ്പറേഷനും കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. തന്റെ ഇടപെടൽ നിങ്ങൾ ചെയ്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞങ്ങളെ കാര്യം നോക്കി, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ വളർത്താനാണ് നോക്കേണ്ടത്. മനസ്സിലായ? അല്ലാതെ കുറെ അങ്ങ് ധാർമ്മികത പഠിപ്പിക്കുക. ഈ ധാർമ്മികത പഠിപ്പിക്കൽ എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോ അന്ന് വലിയ ധാർമ്മികത ഒന്നും ഉണ്ടാക്കണ്ട. അത് നിങ്ങളാക്കാനും ബുദ്ധിയുള്ളവരൊക്കെ ഇങ്ങ് പുറത്തുണ്ടെന്നേ. വിവരവും വിദ്യാഭ്യാസവും ക്വാളിറ്റിയുള്ള ജനങ്ങൾ തന്നെയാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളും. ഇന്നൊന്നും ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മൈതാന പ്രസംഗം ഉണ്ടല്ലോ, അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. മൈക്കാണല്ലോ വെച്ച് കയറുക മാധ്യമങ്ങളിൽ. അപ്പൊ ഇങ്ങനെ ധാർമ്മികത, ഞങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചില്ലേ, ഞങ്ങൾ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടാ അങ്ങോട്ട് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ബബ്ബി അടിക്കേണ്ടി വരും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഈ ധാർമ്മികതയും ഈ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. നിങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ സമൂഹം, ആ കോൺഗ്രസിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നവരാ. അവരെ ചേർത്ത് പിടിക്കുക. അവരെന്താണോ പറയുന്നത് അതിന്റെ ഒപ്പം നിൽക്കുക. അല്ലാതെ ഈ നാണം കെട്ട മാധ്യമങ്ങൾ പൈങ്കലിക്കഥ കൊണ്ടുവരുമ്പോ അതിന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ എടുത്തില്ലേ, ഞങ്ങൾ പുറത്താക്കിയില്ലേ, അവന് ഒരാളെ അകത്ത് കൊണ്ടുവരാൻ കഴിയുമോ? അത് കഴിയത്തില്ല. ഇത് അങ്ങനെ ഇങ്ങോട്ട് ഇത് തന്നെയാണല്ലോ പ്രശ്നം. അതാ ഞാൻ ഇന്നത്തെ ക്ലിപ്പിൽ സൂചിപ്പിച്ച്. ലീഡർ കെ കരുണാകരൻ കൊണ്ടുവന്ന് കൈപിടിച്ചുയർത്തി പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവാക്കി മാറ്റി, മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് MLA ആക്കി, മന്ത്രിയാക്കി. അതിനുശേഷം അതേ ലീഡറുടെ വീട്ടിൽ പോയി ചോറും കഴിച്ച് പുറത്തിറങ്ങി വന്നിട്ട് ലീഡർക്ക് നേരെ പാലവച്ച വിദ്വാന്മാരല് ഈ പാർട്ടിക്കകത്തുണ്ട്. അന്നേരം ഈ ധാർമ്മികത, ഈ വലിയ മൂല്യങ്ങൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അന്നേരം ഉണ്ടായിട്ടില്ലേ? അപ്പൊ അതാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഓരോരാളും ഞാൻ പോരിമ, താൻ പോരിമ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാക്കുക. മനസ്സിലായി? അതിനി അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇത്ര നാൾ ഞങ്ങൾ സിന്ദാബാദ് വിളിച്ച്, ജയ് വിളിച്ച്, ഇവരെന്ത് കൊള്ളരായ്മക്കും. പക്ഷെ ഇനി അത് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായി. ഓരോരു പാർട്ടി തകരുന്നതിന്റെ ഉദാത്തമായ തെളിവല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഈ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ഇവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണം പ്രസ്ഥാനത്തോടെ. എന്തിനാ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? പ്രസ്ഥാനത്തോട് കൂറും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കറ. പ്രവർത്തകർ നിൽക്കുമ്പോൾ നിൽക്കറ. എന്തിനാ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? എന്റെ കൂടെ 2 പേര് വാ, എന്റെ ആളെ തെരി കയറ്റു, അവനെ കയറ്റു, ഇവനെ കയറ്റു. എന്തിനാ നിങ്ങൾ ഇതാക്കാൻ നിൽക്കുന്നത്? ഒരു പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് കൂറും കടപ്പാടും ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രസ്ഥാനത്തെ ആൾ വളർത്താൻ ശ്രമിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കുക. യോഗ്യതയുള്ളവർ വരട്ടെ, അല്ലേ? ഈ കഴിഞ്ഞ DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് കണ്ട കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇന്നവൻ പറഞ്ഞ ആളെ തിരികായിട്ട് അവൻ കോൺഗ്രസിന്റെ യോഗങ്ങൾ മുഴുവൻ ബഹിഷ്കരിച്ചു. പത്രങ്ങൾ എഴുതിയില്ലേ, മാധ്യമങ്ങൾ കാണിച്ചില്ലേ? അത് കോൺഗ്രസിനെ വളർത്താനേനു. അറിയാ, പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. വെറുതെ ഇങ്ങനെ ജനങ്ങളോട് അണികളോടും ഈ മൈക്കിന്റെ മുമ്പിലിട്ട് പാർട്ടിയുടെ നിലപാടാണ്, അത് പാർട്ടിന്റെ ഒപ്പം നിൽക്കണം എന്ന് പറയല്ല വേണ്ട. നിങ്ങൾ ആദ്യം നിന്ന് കാണിക്ക്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്ക്. ഒരേ സ്റ്റേജിൽ വേദിയിൽ പരസ്പരം ബഹുമാനത്തോടും സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടിയും പ്രവർത്തിക്ക്. അപ്പൊ നമുക്കൊരു ആവേശം ഉണ്ടാവും. മനസ്സിലായ? അല്ലാതെ ഒരുത്തനെ കാണുമ്പോൾ ഇങ്ങോട്ടാക്കി, മറ്റവനെ കാണുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് എനിക്ക് മുഖ്യമന്ത്രി ആവണം, അപ്പൊ മറ്റവൻ എനിക്ക് മുഖ്യമന്ത്രി ആവണം, അപ്പൊ എന്റെ കൂടെ 10 പേര് നിൽക്ക്, എന്റെ കൂടെ 5 പേര് നിൽക്ക്. ഇതല്ലേ നിങ്ങളെ കളി? ഇതല്ലേ പാർട്ടിയോടുള്ള കൂറ്? അല്ലേ? അല്ല, നമ്മൾ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അവര് പാർട്ടിക്കാരല്ല, അവരക്കാരല്ല, അവര് മുഖമില്ലാത്തവര. എന്ത് മുഖമില്ലാത്തവര്? എടാ, ഈ പൊട്ടത്തരല്ലേ പറയുന്നത് നിങ്ങൾ? ഇത് ജനങ്ങൾ കേൾക്കുന്നില്ലേ? എന്നിട്ട് വലിയ മൈതാന പ്രസംഗം നോക്കിയിട്ട് കോൺഗ്രസിന്റെ പ്രസക്തി അറിയണ്ട്, കോൺഗ്രസിനെ ഞങ്ങൾക്ക്. എന്നിട്ട് ഇവൻ പോയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് കുതികാലി വെട്ടാൻ പറയുക. മനസ്സിലായ? ചെങ്ങന്നൂര് മറ്റേ എന്താ പറയുക, നമ്മളെ പണ്ടത്തെ PC വിശ്വനാഥ് തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാ നിന്നുള്ള കാര്യമൊന്നും ഇതെല്ലാം ഞാൻ പിന്നീട് പറയും. പറയിപ്പിക്കരുത് നിങ്ങൾ എന്നാ. എന്റെ വലിയ വലിയ പാർട്ടി പ്രേമികൾ ഈ വേട്ടകൾക്ക് ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഒരു അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. പാർട്ടിന്റെ ചിലപ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളവും കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് കിട്ടിയിട്ട് തൃപ്തി പറയാം. അതിന്റെ മുകളിലേക്ക് അടിക്ക് പോകണം. ഒരു സംഭവം കിട്ടിയത് ദൈവത്തിന്റെ സ്തുതി. അത്രയും കിട്ടിയല്ലോ. അത്രയും കിട്ടാതെ എത്ര പേരുണ്ട് ഇവിടെ? ഈ പാർട്ടിക്ക് വേണ്ടി ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് തെരുവിളി കേൾക്കുന്നവർ എത്ര സാധാരണ പ്രവർത്തകരുണ്ട്? ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ പോലും നടുറോഡിൽ വെട്ടി വീഴ്ത്തപ്പെട്ട എത്രയോ രക്തസാക്ഷികളില്ലേ? അവരെ കുടുംബങ്ങളില്ലേ? ഇല്ലേ ഈ പാർട്ടിക്ക് വേണ്ടി? അതൊക്കെ ഓർത്തുകൂടെ ഒന്നുമില്ലെങ്കിൽ? എന്നിട്ട് പറയും പാർട്ടിന്റെ നയങ്ങൾക്കെതിരായിട്ട് നീ പറഞ്ഞു.
നീ പാർട്ടിന്റെ വിമർശിക്കാനുള്ള സാഹചര്യം ആരാ ഉണ്ടാക്കുന്നു? ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ. പാർട്ടിന്റെ 4 നേതാക്കന്മാർ സ്റ്റേജിൽ വേദിയിൽ നിറഞ്ഞു നിന്നിട്ട് പറ, ഇവിടെ ഗ്രൂപ്പില്ല, ഇവിടെ കോൺഗ്രസിന്റെ ആശയമുള്ളൂ. ഇന്ദിരാജി ഉയർത്തിപ്പിടിച്ച കൈച്ചിഹ്നാണ് ഞങ്ങളെ ചിഹ്നം, ഗാന്ധിയൻ ആശയങ്ങളാണ് ഞങ്ങള്, നെഹ്റുവിൻ സിദ്ധാന്തങ്ങളാണ് ഞങ്ങള്, അതിനപ്പുറത്തേക്ക് ആരും വ്യതിചലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുക നിങ്ങൾ. എന്നിട്ട് നാളെ മുതൽ ഒറ്റക്കെട്ടായി നിൽക്ക്. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഒരാളെ ചുമതലപ്പെടുത്ത്. പാർട്ടിന്റെ കാര്യങ്ങൾ പറയാൻ പാർട്ടിന്റെ ഒരു വക്താവിനെ നിശ്ചയിക്ക്. മറ്റു കാര്യങ്ങൾ പറയാൻ PCCയുടെ അധ്യക്ഷൻ പറയട്ടെ. പ്രശ്നം കഴിഞ്ഞ്. ഇതല്ലല്ലോ. ഇത് PCC അധ്യക്ഷൻ ഇവിടെ നിന്ന് വാർത്താ സമ്മേളനം വിളിക്കും, അപ്പുറം പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞ് ഇപ്പുറം നിൽക്കുമ്പോൾ ഇപ്പുറം വേറൊരു MP ഒരു വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വേറൊരു വാർത്താ സമ്മേളനം. ഇത് ഞാൻ പമ്പനാവണം. ഇതെന്താപ്പ ഇത്? എന്നിട്ട് പറയും കോൺഗ്രസ് പ്രസ്ഥാനം അങ്ങനെയാണ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ജനാധിപത്യം അങ്ങനെയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്നാ പിന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങളും അണികളും പറയുമ്പോൾ അതും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ നിങ്ങൾ പറയുന്നത് മാത്രം സ്വാതന്ത്ര്യവും മറ്റുള്ളവർ പറയുന്നത് അമ്മാർത്തരം അതിൽ നിന്ന് ഏത് തരത്തിലാണ് അങ്ങനെ ചിത്രീകരിക്കുന്നത്? അത് പറയല ഞങ്ങൾ കേൾക്കട്ടല്ലേ, അതും പഠിക്കാണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഉടായ്പെല്ലാം അങ്ങ് വെച്ച കാലമെല്ലാം മാറി, നൂറ്റാണ്ടെല്ലാം മാറി കേട്ടാ, അത് ഓർത്തോ നിങ്ങൾ. ഓക്കെ, ഒരു മനുഷ്യന് എന്നിട്ട് ഇവറ്റകള് സ്ത്രീകൾ ഇവര് വലിയ സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്ത്രീകൾക്കെതിരെ നടന്നാൽ അതിക്രമത്തിൽ ഞങ്ങള് ഇവര് വിട്ടുവീഴ്ച ചെയ്യൂല. ഇവിടെ ആരാ സ്ത്രീകളെ ആക്രമിക്കുന്നത്? ആരാ ആക്രമിച്ചോനെ വിടാനേ വളരെ സുനമുറിച്ച് അറിയണം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് അവിടെ ഒരു അലിഗേഷൻ ഉണ്ടായതെന്ന് പരിശോധിക്കണ്ടേ? റേപ്പ് ചെയ്തോ? വണ്ടി കയറ്റി കൊണ്ടുപോയോ? കാട്ടിലിട്ടോ? പറയാണോ നിങ്ങൾ പറ. എന്നാ പിന്നെ ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ സ്ത്രീകളുടെ മാനത്തിനും വലിയ സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 100 കണക്കിന് അമ്മമാരും ഉമ്മമാരും ആൺകുട്ടികളുടെ കാര്യത്തിൽ അവർ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാ പിന്നെ അവരോടും പറ. എന്തേ ആ മക്കളുടെ സ്ത്രീകളെയൊക്കെ അങ്ങ് വെടിവെച്ച് കൊല്ലണമെന്നാ? അറിയാ അങ്ങനെയാ നിങ്ങളുടെ ചിന്താഗതി? ഇവിടെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീതി കിട്ടണം, തർക്കമില്ല. പക്ഷെ അതിന്റെ ഒരു സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? അതിന് 2 വശങ്ങൾ ഉണ്ടാവൂലേ? ഒരു കാശ് നമ്മളെടുത്താൽ അച്ചും മാതയും ഉണ്ടാവും. 2 വർഷമില്ലേ ഇനി? ഇല്ലേ? ഒരു വശം മാത്രം കൊണ്ട് ഒരു നോട്ടാകുമോ? ഇല്ലല്ലോ. അപ്പൊ എന്നതുപോലെ 2 വശവും പരിശോധിക്കും. വെറുതെ നിങ്ങൾ ഇത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നാളെ വലിയ അങ്ങെന്തോ നിങ്ങളെ വാഴ്ത്തപ്പെട്ട പുരുഷനാക്കി അങ്ങ് എന്താ പറയുക ലോകം വാഴ്ത്തപ്പെടുന്ന ആളാക്കി മാറ്റുന്ന നിങ്ങളൊക്കെ ധാരണ. കാലം കഴിഞ്ഞു പോയില്ലടോ. ഞാൻ എല്ലാ ക്ലിപ്പിലും പറയുന്നത് ഇത് ആ പണ്ടത്തെ നൂറ്റാണ്ടെന്നെല്ലാം മാറി പ്രാകൃത സമൂഹത്തിൽ പരിഷ്കൃത സമൂഹത്തിലേക്ക് മനുഷ്യൻ മാറി ചിന്തിക്കൽ തുടങ്ങി. മനസ്സിലായ? ഒരു പാർട്ടി എങ്ങനെ നയിക്കണം, എങ്ങനെ വളർത്തണം എന്നുള്ള ബോധം പോലും നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ അതാ പറയുന്നത്. ഈ ആരോപണം ആദ്യമായിട്ട് സ്പോട്ട് ഔട്ട് ചെയ്തത് ഏത് ന്യൂസ്? ആരാണ് ഈ ആരോപണം ആദ്യമായി കൊണ്ടുവന്നത്? അത് പറ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇരയായ പെൺകുട്ടി പോലും പരാതി കൊടുക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തിച്ചുണ്ടാക്കിയിട്ട് ഈ കൂട്ടത്തിൽ അവർ തന്നെ കുത്തിക്കൊടുത്തിട്ട് പറയണ്ടേ അവനെ പുറത്തോട്ട് കൊണ്ടുവന്നതാ. മനസ്സിലായ? അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്താ ആദ്യത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തന്നെ പോയിട്ട് നോക്കുമ്പോ അതിജീവിതക്ക് പരാതി കൊടുത്തില്ല. അവൾക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. വീഴ്ചകൾ ഉണ്ടായിട്ട് 2 ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് അതിന്റെ ഭാഗമായിട്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ പറയും രാഹുലിന്റെ പരാതി കൊടുക്കാഞ്ഞത്, രാഹുലിന്റെ അത് പറയാഞ്ഞത്, രാഹുലിന്റെ മറ്റേ നിയമത്തിന്റെ മുമ്പിൽ പോവാത്തെന്ന് പറയും. അവൻ സത്യസന്ധനാ. അവന് കോടതി പോലും ഈ എന്താ പറയുക സ്പെഷ്യൽ കോടതിക്കകത്ത് ആ മറ്റെന്താ പറയണ്ടേ ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ സത്യസന്ധനാ. അവൻ ഒരു ഘട്ടത്തിലും അവൻ ചെയ്ത കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഉഭയകക്ഷി പ്രകാരം തന്നെയാണ് ചെയ്തെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ അവനിക്ക് തൽക്കാലം വാദത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞൂടെ? അങ്ങനെയും പറയാലോ. അങ്ങനെ പറഞ്ഞില്ല. അവൻ ചെയ്ത കാര്യങ്ങൾ നട്ടല് നിവർത്തി എന്താ പറയേണ്ടത് ആണുങ്ങളെ പോലെ, മീശയുള്ള ആണുങ്ങളെ പോലെ തന്നെ അവൻ കോടതി പറഞ്ഞത്. മനസ്സിലായ? അതാ അവന്റെ സത്യസന്ധത. അവൻ ചതി ചെയ്തിട്ടില്ല, അവൻ വഞ്ചന ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ അത് കോടതിക്കും ബോധ്യപ്പെട്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതിയും പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ അവർക്ക് പോലും കോടതിക്ക് പോലും ഇതൊരു FIR ഇട്ട് കേസെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കേസിലാക്കാൻ പറ്റിയ ഒരു ധാരണ അവർക്കില്ല. പിന്നെ പറഞ്ഞല്ലോ അതിനകത്ത് ആ ഗർഭചിത്രം നടത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെറിയ ഒരിതുള്ളത്. അതില്ലെങ്കിൽ ഒന്നുമില്ല.
അതിന്റെ വിധിപ്പകർപ്പതപ്പ നിങ്ങൾ യൂട്യൂബിലൊന്ന് നോക്ക്, നിങ്ങൾ സെർച്ച് ചെയ്യും, അപ്പൊ കിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ജഡ്ജ്മെന്റ് ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ഇതിനാണോ ഇത്രക്കാലം ഈ മാധ്യമങ്ങളും ഈ ഒലക്കകളും ഇങ്ങനെ ബഹളങ്ങളും കാര്യങ്ങളും, അതാ ഇവിടെ പോയി, ഇതാ ഇവിടെ ഗമ്പലക്കി, ഇതാ ലണ്ടനിന്ന് ഗുളിക വന്നു, ഇതാ അങ്ങ് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ കോടതിക്ക് പോലും എന്താ പറയുന്നത്, വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത്തരം ഒരു വിഷയത്തിനകത്താണ് ഇവിടെ കുറെ എണ്ണം വന്നിട്ട് ഇങ്ങനെ ഞാൻ പലതും പറയും, ഞാൻ പലതും പറഞ്ഞാൽ ഇവന്റെ ഭാവി ഇല്ലാണ്ടാവും. നിങ്ങളല്ലേ ഭാവി തീരുമാനിക്കുക രാഹുലിന്റെ, അല്ലേ? ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നൊരു സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിൽ അവൻ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ഭാവിയൊന്നും പ്രവചിക്കാനുള്ള ദൈവസിദ്ധിയൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസ്തരാഗന്റെ റൂം തുറക്ക്, ഈ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങ് നിർത്തിയിട്ട്. കുറെ മാധ്യമങ്ങളൊക്കെ അവന്റെ ഭാവി അങ്ങനെയായി, അവൻ ഇങ്ങനെയായി, അവൻ അങ്ങനെയായി. ഓയ് എന്താ പിന്നെ ഈ ചാനൽ മറ്റേ അസ്തരേഖ നോക്ക്, നാളുകളിൽ എന്താ പ്രവചിക്കാനുള്ള കാര്യങ്ങൾ. ഒന്ന് പോടേ നിങ്ങൾ. ഇങ്ങനത്തെ വർത്തമാനമൊക്കെയാ പറയാ. ഇത്ര മാത്രം ഞാൻ അതാ ചിന്തിക്കുന്നത്. വലിയ ശാസ്ത്രതയിൽ ഒന്നാം നിൽക്കുന്ന കേരളം, നമ്പർ 1 കേരളം. ഇങ്ങനെ ആയൊക്കെ 40 വട്ടം പറയും. ഒരു ബുദ്ധിയും എന്താ വിശേഷ ബുദ്ധി, ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തൊരു സ്റ്റേറ്റായി കേരളം അതപ്പതിച്ച് പൈങ്കിളി കഥ കൊണ്ട് ലൈംഗിക ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന കുറെ മാധ്യമങ്ങളും ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ പോലും വിവരം വെച്ച് അവരെയാണ് നമ്മൾ പണ്ട് ആക്ഷേപിക്കല്, അല്ലേ? ഇപ്പൊ അവരെയൊക്കെ നോക്കിയ ഇത്തരം അലിഗേഷൻ ഉണ്ടോ? നിങ്ങൾ ഈ ഇന്റർനാഷണൽ അല്ല ഈ ഇന്റർ സ്റ്റേറ്റിലുള്ള ചാനലും അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയ ഇങ്ങനത്തെ കഥയേണ്ട. അവര് ആ നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൊള്ളരുതായ്മ, ഇതൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അല്ല. ഇവിടെ വന്നിട്ട് ഏതെങ്കിലും പൈങ്കളിക്കാതെ മറ്റവരുടെ വീട്ടിലെത്തി നോക്കി ഒരു മൈക്കും പിടിച്ച് പോയി ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കിയിട്ട് ഇന്ന് ഇതാക്കി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങിരുന്ന് അത് കേൾക്കാൻ കുറെ വേട്ടാവളി ഇവനെങ്കിൽ ഇച്ച് പിടിച്ചിട്ട് എന്നിട്ട് അതിന് ഒരേ പാർട്ടിന്റെ എന്താ നിങ്ങൾ അപ്പൊ അത് പറയാൻ വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി ഈ വിശദീകരിക്കുന്നവനെങ്ങനെത്തിയ അതാ ഞാനിപ്പോ ഈ രാഹുൽ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ശക്തമായ നിലപാടെടുത്ത 2-3 പേര് ആരാന്നറിയോ? ഇതേയിൽപ്പെട്ടത് ഈ ചന്ദനന്മാരെയല്ല ചന്ദനം മണക്കൂ, മനസ്സിലായ? നേരെ മറിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇതുവരെ ഒരു ആരോപണങ്ങളും നേരിടാതെ കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഒന്നും വേണ്ടിയിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടുമില്ല. അവർക്കറിയാം സമൂഹത്തിന്റെ മാന്യത, മനസ്സിലായ? നല്ല കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ ഈ വാർത്തകൾ കേൾക്കുന്നത്, ഫാമിലി അടക്കം ഇരുന്നിട്ട്. അപ്പൊ ആ ബോധം നമുക്ക് വേണ്ടേ? അപ്പൊ അതാ പറയുന്നു. ഓക്കെ, ഏതായാലും എന്നെ സംബന്ധിച്ചോളം പാർട്ടി എന്താ പറയുക, പാർട്ടി നശിച്ചു കഴിഞ്ഞാൽ അവറ്റകൾക്ക് നഷ്ടം നമുക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊക്കെ മരണം വരെ, നമ്മളൊക്കെ കാലം വരെ ഈ പാർട്ടിയുടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാ. അല്ലാതെ ഇപ്പൊ ഇത് ഉണ്ടായാലും നമുക്ക് വല്ല നേട്ടമുണ്ടോ? വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ നമുക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത്. അതിനിപ്പോ അതിന് അവരെ പൊക്കി പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ല കേട്ടാ. എന്റെ വ്യക്തിപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഞാൻ മറ്റേ എതിരാളി, ഞാൻ എന്നും വിമർശിക്കുന്ന പാർട്ടിക്കാരോട് പറയുമ്പം അവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അതൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ ഇവറ്റകൾ അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഇതിൻ്റെ കൂടെ എന്തിനാ നിൽക്കുന്നത്? നമുക്ക് വേണ്ടി മൺമറിഞ്ഞു പോയി കുറെ നേതാക്കന്മാരില്ലേ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഇല്ലേ? അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഈ വൃത്തികെട്ടവന്മാരുടെ ഇത് കണ്ടിട്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ തള്ളിക്കളയുമ്പം അവരോട് ചെയ്യുന്ന അനീതി ആയിരിക്കത്തില്ലേ, അല്ലേ? അവര് നമ്മളെപ്പോലുള്ളവരെ വിശ്വസിച്ചായിരിക്കുള്ള ഈ പ്രസ്ഥാനത്ത് ഇവിടെ എന്താ പറയേണ്ടത് നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് അവർ ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ടാകുക. അവരുടെ ആത്മാവും ഇതൊക്കെ നോക്കി കാണുന്നുണ്ടാവും, മനസ്സിലായ? എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് മുഴുവൻ തയ്യാറാക്കി വെക്കുക. ഞാൻ അതാ ചിന്തിക്കുന്നത്. ഇവിടെ കോടതി വിധി വരുന്നതിന് മുമ്പ് അവിടെ പുറത്താക്കി. അത് ആദ്യം ഈ ന്യൂസ് സ്പോട്ടോട് നിന്ന് ഏഷ്യനെറ്റാ സംഘപരിവാറിന്റെ ചാനൽ ഏഷ്യനെറ്റ് എങ്ങനെ അവർക്ക് ആദ്യം കിട്ടിയേ? അപ്പൊ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഇല്ലേ? നമ്മളെന്തിനാ CPM-മാരെ കുറ്റം പറയുന്നത്? നമ്മളെന്തിനാ BJP-ക്കാരെ കുറ്റം പറയുന്നത്? അവർക്കൊരു ആയുധം കിട്ടിയാൽ അവർ വേണ്ട പോലെ ഉപയോഗിക്കൂലേ?
അതങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ സരിതാ വിഷയം വന്ന് അവര് വേണ്ട പോലെ ഉപയോഗിച്ചില്ലേ? എന്നാൽ നേരെ മറിച്ച് LDFന്റെ ഭരണകാലത്ത് സ്വപ്ന സുരേഷ് സത്യങ്ങൾ വെളിപ്പെടുത്തി, വിത്ത് എവിഡൻസ് കാണിച്ചു, മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിച്ചു. ആ വിഷയം ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കാൻ ഈ പ്രതിപക്ഷ നേതാവിനോ ഈ പാർട്ടിന്റെ ഇപ്പം രാഹുലിനെ അങ്ങ് ഉണ്ടാക്കാൻ വരുന്ന ഏതൊരുത്തർക്ക് കഴിഞ്ഞോ? അന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമത്തിനോടൊന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് വിശ്വാസത്തിലെടുക്കുന്നില്ല. മനസ്സിലാക്കണം നിങ്ങൾ അന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ ബൈറ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അന്ന് സ്വപ്ന സുരേഷ് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് ആര് പറയുന്ന ആര് ക്ലീൻ ചിറ്റുള്ള CPM ക്ലീൻ ചിറ്റ് ഈ പ്രതിപക്ഷ നേതാവ് കൊടുക്കുക. ആ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാക്കി അന്ന് ഈ ആരോടും വന്നേരം നമ്മളെ ബോധ്യം ഇതായിരുന്നു ഈയുടെ ബോധ്യം വന്ന് അതിന് അന്ന് ബോധ്യം കിട്ടാഞ്ഞിനി അന്നെന്തായാലും ബോധ്യമില്ലേ എനിക്ക്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എവിടെ നിന്നായിരുന്നു തുടങ്ങിയെന്നുള്ള കാര്യം മനസ്സിലായ നിങ്ങൾക്ക്? അന്നൊന്നും വേണ്ട. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സരിത ഉന്നയിച്ച ഒരു ആരോപണം എടുത്തുകൊണ്ടിട്ട് ഒരു കോടതിയിൽ ഒരു കക്ഷി ചേർന്നാ പോരെ. ഇനി അതിന് എക്സ്പെൻസോ ചെലവോ വരുമ്പോൾ കീശയൊന്നും നിൽക്കണ്ടല്ലോ, അതൊക്കെ പാർട്ടി കൊടുക്കൂലേ? അതേറ്റെടുത്തോ? എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഇത് കണ്ട് എന്നെ ഒരു വലിയ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഒരു സമരം നടത്തിയോ, ഞങ്ങൾ ഒരു ബന്ദ് നടത്തിയോ, ഞങ്ങൾ ഒരു ഹർത്താൽ നടത്തിയോ, അത് ഞങ്ങളുടെ ലീഡർഷിപ്പ്. അത് തന്നെയാണോ കേരളത്തിൽ ഇതുപോലെ മുച്ചൂടും മുടിപ്പിക്കാണ്ടായ സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തത്? നീയൊക്കെ സമരം ചെയ്യായിട്ട് തന്നെയാ. ഇത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതൊക്കെ നിനക്ക് അഭിമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങളുണ്ടല്ലോ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇരുന്ന് എത്ര പേര് പറഞ്ഞെന്നറിയാം. ഞങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമര പരിപാടി എന്നത് ജനങ്ങളെ പിഴിഞ്ഞ് ഞെക്കി കൊല്ല ഗവൺമെന്റിന് അതിന് വിട്ടുകൊടുക്കുക അല്ലേ? ഒരു സമരം ചെയ്യുമ്പോൾ ജനങ്ങളങ്ങ് ബുദ്ധിമുട്ടിപ്പോയി പോലും. ഒരു ജനങ്ങളുടെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ നയങ്ങൾ തിരുത്താൻ വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബന്ധോ ഹർത്താലോ ചെയ്ത് കഴിഞ്ഞാൽ ഓന്റെ ചിന്താഗതിയിൽ ഓന്റെ ബോധ്യത്തിൽ എന്താണെന്നറിയാം? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലും. എന്നാൽ സർക്കാർ ജനങ്ങളെ പിഴിയുന്ന, ദിവസവും വൈദ്യുതി റീചാർജ് വർദ്ധിപ്പിക്കുന്ന, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന, വെള്ളക്കരം കൂട്ടുന്ന, പിന്നെ ഒരു വീടെടുക്കുമ്പോൾ അതിന്റെ വർക്ക് പെർമിറ്റ് കൂട്ടുന്ന, അതൊന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. അതൊക്കെ ജനങ്ങളെ ഇക്കിളിപ്പെടുത്തുന്നത് ഇവന്റെ ചിന്താഗതിയാ പറയാന്നിട്ട് എന്നിട്ട് അത് കുറെ കൊങ്ങികള് ബീജം കയറ്റിട്ട് നോക്കടാ. ഞാൻ ചിന്തിക്കുക, ലോകം ഒരുപാട് പുരോഗമിച്ചിട്ടും ഇതെന്തേ നന്നാവാത്തത്? ഞാൻ ചിന്തിച്ച് നിങ്ങൾ നോക്കൂ, ഒരു ഭരണപക്ഷത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ 4 വർഷം സമരം ചെയ്യാഞ്ഞിട്ട് അത് അഭിമാനത്തോടു കൂടി വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ പറയാം. പിന്നെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്നാ? ഈ നിയമസഭയിലകത്ത് ഒരു ബില്ല് കൊണ്ടുവരുമ്പോ തൊക്കിന് മറ്റവും വെച്ചിട്ടും സാർ അവിടെ വന്ന 2 ഡയലോഗ് അടിക്കലാ? അതാ പ്രതിപക്ഷത്തിന്റെ ജോലി? എനിക്കറിയില്ല അതിന്റെ എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്താന്നുള്ള കാര്യമോ. ഞങ്ങളെ നേതാക്കന്മാര് പൂർവികന്മാര് അന്ന് ആ കാലത്ത് ആദ്യത്തെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ AK ഗോപാലിനെ കൊണ്ടുപോയി പ്രതിപക്ഷ നേതൃത്വത്തിരുത്തി ക്രിക്കറ്റിൽ എല്ലാ ബഹുമാനവും കൊടുത്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനുള്ള എല്ലാ റൈറ്റും കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ എന്തിനാ നിങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ജനാധിപത്യത്തില് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഒരു പ്രതിപക്ഷം, ക്രിയാത്മകമായ പ്രതിപക്ഷം വേണം എന്ന് പഠിപ്പിച്ച പാർട്ടിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് വന്നിട്ടാണ് പറയുന്നത്, ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല, ഞങ്ങൾ ഹർത്താൽ ചെയ്തിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുമ്പോ ഞാൻ ഇതിനൊക്കെ എങ്ങനെയാ നമ്മൾ നോക്കിക്കാണേണ്ടത്? നിങ്ങൾ പറ ഒന്ന്. അതുകൊണ്ടാണല്ലോ ഈ സർക്കാർ ഇങ്ങനെ ഈ സമരങ്ങളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ജനങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവറ്റകൾക്ക് കുളിച്ച് ഇസ്തിരി പൗഡറും ഇട്ട് മറ്റേ ഡയ്യോ അടിച്ച് കൊടിവെച്ച കാറിലും വെച്ച് പിന്നെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുറെ ആള് ഓരോ യോഗ്യത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെ കൈമേൽ തട്ടിക്കൊണ്ടുപോയി സ്വന്തം അഭിമാനം കാൽക്കീഴിൽ പണയപ്പെടുത്തിയിട്ട് ഇങ്ങനെയാക്കുന്നു. എന്താണോ കഷ്ടം എന്നാൽ അത് എന്ത് പറയാനാ? ഞാനിത് പറയുമ്പം വിചാരിക്കൂ, നിങ്ങൾ എന്താ ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, ഇതൊക്കെ ഇവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പോട്ടെ. ഇവർ ഈ മാധ്യമത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ വന്ന് പറയുമ്പോൾ
കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ ഈ പൊട്ടത്തരം കേട്ടിട്ട് എന്ത് പ്രതിപക്ഷാണ്, ഇവർക്ക് എങ്ങനെയാ വോട്ട് ചെയ്യുക, നേതാവണ്ണം ഒരു സമരം പോലും ചെയ്യാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം പൊട്ടത്തരങ്ങളെങ്കിലും ഇനിയും പറയാതിരിക്ക്. എല്ലാം അറിയാന്നുള്ള ഭാവം വേണ്ട. ഇനി ഒരു കാര്യം അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം റൂമിൽ കിടക്കുമെന്ന് ആലോചിക്ക്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമൂഹം എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നും കൂടി ഒന്ന് ചിന്തിക്ക് കേട്ടാ. ഓക്കെ, അല്ലാതെ ഞങ്ങൾ ഹർത്താൽ നടത്തിയിട്ടില്ല, ഞങ്ങൾ സമരം നടത്തിയിട്ടെന്ന് പറയുമ്പോൾ വലിയ അഭിമാനമായിട്ടല്ല തോന്നുന്നത്, അത് നിങ്ങളുടെ പിടിപ്പുകേടായിട്ടേ തോന്നുന്നുള്ളൂ കേട്ടാ. അതുകൊണ്ടാണ് ഈ സർക്കാർ എല്ലാ തെറ്റായ നയങ്ങളും ജനങ്ങളുടെ പേരിലേക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതും. നിങ്ങൾക്ക് സമരം ചെയ്യാൻ അറിയത്തില്ല, നിങ്ങളുടെ ഭാഗത്ത് സമരം ഉണ്ടാവത്തില്ല, ഞങ്ങൾക്ക് എന്ത് തമ്മാർത്ഥവും ചെയ്യാം, എന്ത് ബില്ലും പാസ്സാക്കാം, ജനങ്ങൾ എങ്ങനെയും കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവരെ കീശയിലുള്ള കായ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തത് ഇതുപോലുള്ള നയങ്ങളും ഇതുപോലുള്ള ചിന്താഗതിയും കൊണ്ടാണെന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഈ ബീജം കയറ്റിയിട്ട് ഏതെങ്കിലും കൊങ്ങികള് ഭക്തന്മാർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദയവ് ചെയ്ത് പറയാം, പൊട്ടത്തരമാണ്, പൊട്ടത്തരത്തിന്റെ അങ്ങേ തലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് അലോചനമായിട്ട് തോന്നുന്നെങ്കിൽ ആ ക്ലിപ്പും കൊണ്ടുപോയിട്ട് വിവരവും വിദ്യാഭ്യാസവുമുള്ള നിയമം പഠിച്ച നിയമപാലകരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സാക്ഷിയിൽ അവർ പറയും ഇത് തെറ്റാണ്, ഇത് ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്, ഇത് പാർട്ടിക്ക് ക്ഷീണമേ ഉണ്ടാക്കൂ. കാരണം നേരാമണ്ണം ഒരു സമരം പോലും ചെയ്യാത്ത ഒരു നേതാവുള്ള പാർട്ടിയെ ഞങ്ങൾ എന്തിന് പിന്തുണക്കണം എന്ന് ഏതെങ്കിലും നിഷ്പക്ഷമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയത്തേ ഇല്ല. ഓക്കെ, ഓക്കെ, ഒരുപാട് ക്ലിപ്പ് ഒരുപാട് നീണ്ടുപോയി ഞങ്ങൾക്ക് തോന്നുന്നു അല്ലേ. അപ്പൊ ഞാൻ ബൈൻഡപ്പ് ചെയ്യട്ടെ. ഇവ ഐക്യമില്ല, ഐക്യമൊന്നും ഉണ്ടാവില്ല, ഐക്യമൊന്നുമില്ല. ഞാനെന്ന ഭാവയല്ലേ, അതല്ലേ നമ്മൾ കാണുന്നത്. എന്റെ തല എന്റെ ഫിഗർ, എന്റെ തല എന്റെ ഫിഗർ. അതിന് കുറച്ച് ഭക്തന്മാരും ഉണ്ടാവും അവർ വെക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ അവരെല്ലാം PR വർക്കിന്റെ ആളും. മനസ്സിലായ? ഇതായിട്ടിങ്ങനെ കോമഡി. ഇന്ന് പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല, നമ്മളെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് വളരെ പെർഫെക്റ്റ്. അദ്ദേഹത്തൊക്കെയാണ് എന്താ പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. അതൊക്കെ നേതാവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാ. ഒരു ഘട്ടത്തിലും പാർട്ടിയെ എന്താ പറയാ പ്രതിരോധത്തിലാക്കൂലോ. അന്ന് അർഹതപ്പെട്ട സീറ്റ് നിശ്ചയിച്ചിട്ട് എന്താ പറഞ്ഞ് ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിലെ വിഷയം മാധ്യമങ്ങൾ അണ്ണാക്കി കയറ്റി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി അല്ലേ ഇവിടുത്തെ അല്ലേ. എന്ത് രസമുണ്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടി. അതൊക്കെ നേതാവ് ലീഡർഷിപ്പ്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയൊരു തലമുറ ഉണ്ട് ഈ പാർട്ടിക്ക്. ആ തലമുറനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്കാണ്. മനസ്സിലായോ? എങ്ങനെ പ്രസ്ഥാനം ഉണ്ടാവും അത് നിങ്ങൾ നോക്കി, നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ, ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയം അവരുടെ ഭക്തന്മാർക്കും ആൾക്കാർക്കൊക്കെ വിദ്വേഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സാരമില്ല, ഞാൻ അതങ്ങ് സഹിച്ച്. പക്ഷെ നമുക്ക് പ്രസ്ഥാനം നിൽക്കണം. ആ പ്രസ്ഥാനത്തിന്റെ ഒക്കെ നിൽക്കുന്ന പ്രവർത്തകരുടെ വികാരങ്ങൾ, നിഷ്പക്ഷമായിട്ട് കോൺഗ്രസിനോട് ഇഷ്ടമുള്ള ആൾക്കാരുടെ വികാരങ്ങൾ, അവരെയൊക്കെ സമാഹരിച്ച് അവരെയൊക്കെ വോട്ട് നമ്മളെ പെട്ടിയിലാക്കാൻ കഴിവുള്ള ലീഡർഷിപ്പ് വേണം. മനസ്സിലായി? അങ്ങനെയുള്ള ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽ VS ജോയ് 1ാം നമ്പറാണ്. നോക്ക്, അദ്ദേഹം മലപ്പുറം DCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത പാർട്ടിക്ക് വലിയൊരു ഉന്മേഷമാണ്, ഒരു ആവേശമാണ്. അതാ പറയുന്നത്. അങ്ങനെയുള്ളവർ വരട്ടെ. അങ്ങനെയുള്ളവരെയാണ് തകർക്കാൻ വേണ്ടി ഇവറ്റകൾ മറ്റാരോടെങ്കിലും കൂട്ടുകൂടി ശ്രമിക്കുന്നത്. അതിന്റെ ഉദാത്തമായ തെളിവാണ് ഇരയാണിപ്പോ രാഹുല്. ഈ രാഹുലിന് തീരുവോ ഇത് തീരത്തില്ല. പക്ഷെ ഇനിയൊരു കാര്യമുണ്ട്, ഇനിയൊരു ഇത്തരം വിഷയം വന്നാൽ പ്രവർത്തകർ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നൊന്നും ഇവർ വിചാരിക്കുകയും വേണ്ട കേട്ടാ. ബോണിവായി VS ജോയ് എനിക്കെന്താ പറയാ, ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ, ഇന്നല്ല VS ജോയിന്റെ പണ്ട് KSU കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, നല്ല എന്താ പറയുക, പാർട്ടി ഒരു കാര്യത്തിലും എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും VS ജോയിയെ സംബന്ധിച്ചുള്ള പാർട്ടിയെ കുത്താനോ പാർട്ടിയെ തോൽപ്പിക്കാനോ കൂടെ നിൽക്കുന്നവരെ വലിച്ചു താലിടാനോ നോക്കലേ ഇല്ല. അതാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. അത് മനസ്സിലായി? അങ്ങനത്തെ നേതാക്കന്മാരാ വരണ്ടത്. ഇതെന്തപ്പാ
അതാ ഞാൻ പറഞ്ഞത്, ഇനിയും നമുക്ക് ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ല നിങ്ങൾ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞല്ലോ, VS ജോയി, നമ്മളെ സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിൽ, ഇപ്പം രാഹുൽ മാക്കൂട്ടത്തിൽ ടീച്ചർ രാഹുൽ മാക്കൂട്ടത്തിൽ, മാത്യു കുയൽനാടൻ, അതുപോലെ തന്നെ നമ്മളെ എൽദോസ് കുന്നപ്പള്ളി, പിന്നെ ഇങ്ങനെ പിന്നെ നമ്മളെ എറണാകുളം എംപിന്റെ പേരെന്തേലും പറഞ്ഞ്, എറണാകുളം എംപിന്റെ പേര് എനിക്ക് മറന്നുപോയി, ഇത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം പുള്ളിക്കാരെ ഇങ്ങനെയുള്ള കുറച്ച് യുവ നേതാക്കന്മാരെ നാളെ 2-3 വണ്ടി തുറന്ന വണ്ടി വാഹനം ഉണ്ടാക്കി പിന്നെ മലബാർ മേഖലയിലും അങ്ങ് തെക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെ യാത്ര സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആവർത്തിച്ച് 14 സ്റ്റേറ്റ് ജില്ലാ പഞ്ചായത്തും കോൺഗ്രസിന്റെ കയ്യിൽ വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ ഒരു കോൺഗ്രസിന് എന്ന് പറയുന്ന നല്ല യുവ നേതൃനിരയുണ്ട്. അതൊരു പാർട്ടിക്കും ഇല്ല. സുമുഖന്മാര്, സ്റ്റൈലന്മാര്, പ്രസംഗിക്കാൻ കഴിവുള്ളവര്, പിന്നെ ഇംഗ്ലീഷൊക്കെ എന്താ പറയുക, അത്രയും പെർഫോമൻസിൽ ഞങ്ങൾ കേട്ടോ. നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മര്യാദക്കുള്ള ഒരു പ്രസംഗം ഇംഗ്ലീഷിൽ ഒരു എന്താ പറയേണ്ടത് ഒരു കേട്ടത് ഷാഫി പറമ്പിൽ അവിടെ പോയതിന്റെ ശേഷമല്ലേ. ഞാൻ അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചപ്പോ ഈ പാർലമെന്റിന്റെ സ്പീക്കർക്ക് പോലും അത് ശ്രദ്ധാപൂർവം കേട്ട് അദ്ദേഹത്തെ വിളിച്ച ആശയങ്ങൾ ചർച്ച ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്തിക്കാൻ കഴിവുണ്ടായിട്ടുണ്ട്. ഇത് എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. ഇത് ഷാഫി പറമ്പിലെ കൊണ്ട് കഴിച്ച കാര്യങ്ങളല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അങ്ങനെ കഴിവുള്ള എത്രയോ യുവ നേതാക്കന്മാർ രണ്ടാം നിരയിലുണ്ട്. അപ്പൊ അവറ്റകൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇവറ്റകൾക്ക് പ്രശ്നം. മനസ്സിലായ? അതുകൊണ്ടാണ് ഇവർ ഈ ആദ്യം ഇങ്ങനെ ഒന്നിനൊന്നിനെ വെട്ടിവീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാത്ത കാലത്തോളം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേതാക്കന്മാരോട് ഇഷ്ടം ഉണ്ടായിക്കോ, അവരോട് ഭക്തി മൂത്തോ, അവരോട് പൂജ ചെയ്താലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ വീഴ്ചകളും തെറ്റുകൾ കാണുമ്പം അത് ചൂണ്ടിക്കാണിക്കണം. ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിലല്ലേ നമുക്കൊക്കെ ഇങ്ങനെ വാദിക്കാനും നമുക്ക് പറയാനും നമുക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തുനിന്ന് കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇപ്പോഴും തന്നെ നിങ്ങൾ നോക്കൂ. ഇപ്പോഴും തന്നെ എന്താ അവസ്ഥ? കോൺഗ്രസ് അധികാരത്തിൽ മാറി നിൽക്കുമ്പോഴും തന്നെ എന്താ അവസ്ഥ? അപ്പൊ ഈ കോൺഗ്രസ് ഇല്ലാണ്ടായിരുന്നായിരിക്കും അവസ്ഥ ഇവിടുത്തെ. ഇപ്പൊ ഞാൻ ദേശീയ തലത്തിൽ ഇപ്പം BJPയോട് ആകെ ഒരാളെ ഫൈറ്റ് ചെയ്യുന്നത് ഈ രാഹുൽ ഗാന്ധി മാത്രം. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? രാജ്യത്ത് 1,000 പാർട്ടികളില്ലേ രാജ്യത്ത്? എല്ലാ പാർട്ടിക്കും നേതാക്കന്മാരും ഇല്ലേ? ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഈ നരേന്ദ്രമോദിയുടെ കൊള്ളതായ്മക്കോ എന്തിനെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ സംസാരിക്കാനുള്ള റൈറ്റ് പോലും കിട്ടുന്നത്. നാളുകളിൽ രാഹുൽ ഗാന്ധി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. ആ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇവറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അണികളങ്ങ് ഏറ്റെടുക്കണം. അണികൾ ഏറ്റെടുത്ത് ഇവരെ വീട്ടിലിരുത്തേണ്ട വ്യക്തികളെ വീട്ടിൽ നോക്കി അങ്ങ് ഇരുത്തുക. കൊണ്ടുവരേണ്ട മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടവരെ നമ്മൾ ഇങ്ങോട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പക്ഷം പിടിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാർക്ക് വേണ്ടി തെറി വിളിച്ച് അല്ലെങ്കിൽ തെറി കമന്റ് എഴുതി ഞാൻ കുറെ തെറി പറയും, അതിനെക്കൊണ്ടൊരു നേട്ടമില്ല. ഇതൊക്കെ പ്രസ്ഥാനത്തിനോട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിശേഷ ബുദ്ധിയുണ്ട്, നമുക്കൊരു ചിന്താഗതിയില്ലേ, ആ ചിന്തയിലേക്കൂടി നമ്മൾ പോവുക, സഞ്ചരിക്കുക. ആരെ വാക്കും നിങ്ങൾ കേൾക്കണ്ട, ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കണ്ട, മറ്റുള്ളവർ പറയും. നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വകതിരിവ് എല്ലാവർക്കും ഉണ്ടല്ലോ. ആരെങ്ങനെ ചെയ്യുന്നു, ഇതെന്തിനു വേണ്ടി ഇവനത് ചെയ്യുന്നു എന്ന് ആലോചിക്കാനുള്ള സാമാന്യം വരെ നമുക്കില്ലേ? അത് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായ? ഞാൻ ചില പാർട്ടികളെ ഉപമ വെച്ച് പറയൂ. ഓരോരു പാർട്ടിനെ ചില കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആരോപണങ്ങളൊന്നും ഈ 10 വർഷത്തിന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിയ എന്തൊക്കെ എത്ര വലിയ ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യത്തിന്റെ കറൻസിയെ തകർക്കുന്ന ആരോപണം പോലും വന്നിട്ടില്ലേ? അതൊന്നും അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. രാജ്യത്തിന്റെ കറൻസിയെ തകർക്കുന്ന ആരോപണം പോലും വന്നിട്ടുണ്ട്. നേരെ അത് ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി പാർട്ടി തന്നെ ഉണ്ടാവത്തില്ല. മനസ്സിലായ? എന്നിട്ട് പോലും അതിനെതിരെ അക്ഷരം മിണ്ടിയില്ല. എന്നിട്ട് അതിനുശേഷം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ജനദ്രോഹ നടപടികൾ, ഏതെങ്കിലും ഒരു കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരു വർഗസമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഈ കുറെ സ്റ്റേറ്റ്മെന്റും ഇങ്ങനെ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് മാധ്യമത്തിന്റെ മുമ്പിലും പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പണ്ടാരോ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്തുനിന്നാ പറയല്. ആര് വില വെക്കാൻ വാക്കുകൾ? വാക്കിലല്ലല്ലോ, പ്രവൃത്തിയിലല്ലേ നമ്മൾ കാണിക്കേണ്ടത്, അല്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഈ പൊട്ടത്തരത്തിന്റെ അങ്ങേയറ്റം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ പറയുമ്പോൾ ഇതിപ്പോ പറയേണ്ടി വരുന്ന ഓരോ സാഹചര്യമുണ്ട്. ഈ പാർട്ടി കുത്തോട്ട് പോകുമ്പോഴാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ തുടർ ഭരണം പിണറായി വിജയനക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ നമ്പറും കാരണക്കാരൻ ഇന്നത്തെ ഈ VD സതീശൻ, അതൊന്ന്. രണ്ടാമത്തെ VS സുധീരൻ, അത് ഏകദേശം 3/4 ഭാഗം അവരെ റെഡിയാക്കി വെച്ച് തുടർ ഭരണം കൊടുക്കാൻ വേണ്ടി. അവസാനത്തെ ഒരു 1/4% ബാക്കിയുണ്ടായിരുന്നു. അത് ഈ രമേശ് ചെന്നിത്തലയായിട്ട് അങ്ങ് പൂർത്തീകരിച്ചു കൊടുത്തു. എന്താ സംഭവം എന്നറിയാം? ഈ അന്ന് കൊറോണ കാലത്ത് ജനങ്ങളൊക്കെ സാമ്പത്തികപരമായിട്ട് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാധാരണ എല്ലാവരും കാശുകാരൊന്നുമല്ല, പട്ടിണി പാവങ്ങളും ഉണ്ടാവും. അപ്പൊ ഇലക്ഷന്റെ കുറച്ച് ദിവസം മുമ്പാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 10 കിലോ അരി ഒരു വീട്ടിലേക്ക് പിന്നെ ഗവൺമെന്റ് ഒന്ന് പാസ്സാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് 2-3 പിള്ളേരൊക്കെ പഠിക്കുന്ന വീട്ടിനകത്തൊക്കെ ഒരു 30 കിലോ അരി അവർക്ക് കിട്ടും. അപ്പൊ അത്രയും ദാരിദ്ര്യത്തിൽ കൊറോണ വന്ന് ജനങ്ങൾക്ക് ജോലിയില്ലാത്തൊരു സാഹചര്യം, പിന്നെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ ഡിക്ലെയർ ആകുന്നത്. അപ്പൊ ആ അരി അത് കൊടുത്തോട്ടെന്ന് വെക്കുക, അതിനെ കൊണ്ടൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പൊ അത് എന്ത് ചെയ്ത്, അത് ഇലക്ഷന്റെ ചട്ടലംഘന എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തെ ഒരു കാര്യമില്ലാണ്ട് കോടതിയിലേക്ക് പോയി. അത് ബൈൻഡപ്പ് ചെയ്യണം, അത് എന്താ പറയുക നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട്. മനസ്സിലാക്കണം നിങ്ങൾ, ഇലക്ഷൻ ഇവിടെ പ്രഖ്യാപിക്കുക. ആ ഘട്ടത്തില് കോടതി ഈ ആ കേസൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇങ്ങുവാന്ന് പറഞ്ഞു. ഏത് വഴിയാ വന്നതെന്ന് വെച്ച്, ഈ വഴിയാ കഴിയുന്നത്, ഇതെടുക്കുക, ആ വഴിയിലെ കൂടി തന്നെ പോടുന്ന് പറഞ്ഞു. അത് കൊടുക്കട്ടെ, ഇപ്പൊ ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തെങ്കിലും നേട്ടമുണ്ടായ പാർട്ടിക്കില്ല. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് CPM ഇലക്ഷൻ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ. എന്താ പ്രചാരണങ്ങൾ അയച്ചുവിട്ട്? അന്നം മുടക്കിയാണ് കോൺഗ്രസ് എന്ന്. അന്നം മുടക്കി കോൺഗ്രസ്. കുട്ടികൾക്ക് കൊടുക്കുന്ന 10 കിലോ അരി ഇല്ലാതാക്കാൻ വേണ്ടി കോടതിയിൽ കടന്നു പോയ പ്രതിപക്ഷ നേതാവാണ്, അതിന്റെ നേതാവാണ്, ആ പാർട്ടിയുടെ നേതാവാണ് ഈ നേതാവെന്നുണ്ട്. വ്യാപകമായിട്ടുള്ള പ്രചാരണം. അത് എന്റെ വീട്ടിലടക്കം കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ എന്ത് വിചാരിച്ചു? അത് ശരിയാ, ഞങ്ങൾക്ക് 10 കിലോ അരി കിട്ടുമ്പോൾ അത് മുടക്കാൻ വേണ്ടി നോക്കി ഇവർക്ക് വോട്ട് ചെയ്യാണ്. അങ്ങനെയാണ് ഇതങ്ങ് പരാജയപ്പെടുന്നത്. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെയാണ് അന്നത്തെ UDF കൺവീനറായ പിന്നെ ഈ MMS, ഞാൻ പറയുന്നത് ഇത് പറയുന്നത് എന്താ പറയാ, ഇങ്ങനെ ബോധവും പൊക്കണോ ഇല്ലാന്നാ ഇവറ്റകൾ പറയാ. അപ്പൊ ഇവറ്റകൾ പറയുമ്പോ എന്താ വിചാരിക്കും, ഇതെല്ലാം ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുന്ന. അതാ ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് ബോധമുണ്ട്. ഏതോ ഒരു സ്കീമുണ്ട് ജനങ്ങൾക്ക്, പാവപ്പെട്ട എന്താ പേര് ഞാൻ മറന്നുപോയി, അത് ഞങ്ങൾ വന്നാൽ അങ്ങ് ബന്ധാക്കൂന്ന് പറഞ്ഞു. പോരെ, അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ബന്ധാക്കുന്നു. ആര് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു? UDF അന്നത്തെ കൺവീനറായ ഇയാളും കൂടി പറഞ്ഞു. സവാഷ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പിണറായിക്ക് തുടർ ഭരണം ഉണ്ടാകാനുള്ള മെയിൻ കാരണം. പിന്നെ ഇവറ്റകൾ, എന്നിട്ട് ഈ പറഞ്ഞ് ഇവറ്റകൾ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇവറ്റകൾ പിന്നീട് എന്തുണ്ടാക്കി, അത് കിറ്റ് കൊടുത്തിട്ടാണ്, ജനങ്ങൾ കിറ്റിൽ വീണ് പോയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവറ്റകൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തി. എന്താ, ഒരു കിറ്റ് കിട്ടുമ്പോ അങ്ങ് മാറി ചിന്താക്കാൻ മാത്രം ഊളന്മാരാണോ? ഞാനൊരു കോൺഗ്രസ്സുകാരനാ അല്ലേ, എനിക്കും കിട്ടിയിട്ടുണ്ട് കിറ്റ്, എന്റെ വീട്ടിലും കിട്ടുന്നുണ്ട് പെൻഷൻ, എന്റെ വീട്ടിലും കിട്ടിയില്ല 10 കിലോ അരി. എന്താ ഞാൻ CPM വോട്ട് ചെയ്യോ? ഇല്ല, അത് വേറെ, അത് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഗവൺമെന്റ് തരേണ്ടതാ ആരായാലും. പക്ഷെ എന്റെ അവകാശം ഞാനല്ലേ വിനിയോഗിക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാനങ്ങ് വിനിയോഗിക്കോ? ഇനി നാളെ ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങളിപ്പം പറയുന്നു CPM വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യോ? ഇല്ല, അത് ഞാൻ എൻ്റെ ഒരു ആശയമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഞാൻ കരുണാകരനെ എന്താ വേണ്ടത് അങ്ങനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കരുണാകരന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു ഐക്കോങ്കർ. ആ കാലഘട്ടത്തിൽ ഞാൻ ഇപ്പം ഈ ഗ്രൂപ്പ് പറയാൻ ഞാൻ ഗ്രൂപ്പില്ല, ഇപ്പം ഇല്ല. ആ കാലഘട്ടത്തിൽ അന്ന് DIC ഉണ്ടാക്കി കരുണാകരൻ പോയി. അപ്പൊ എന്നോട് കുറെ ആൾ ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഞങ്ങൾ കോൺഗ്രസിന് കൈച്ചിഹ്നത്തിൽ ഇഷ്ടപ്പെടുന്നവരാ. പിന്നെ പാർട്ടിയിൽ ചില സമയം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാർക്ക് ആ സമയത്ത് പിന്നെ ഇപ്പാകൂല്ല. ഇപ്പൊ ഒരു നേതാവിനും പിന്തുണയൊന്നുമില്ല. നമ്മൾ ഈ കോൺഗ്രസിലാണ് ഇപ്പം നിൽക്കുന്നത്, കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ അതാണ് നമ്മളെ രാഷ്ട്രീയം, മനസ്സിലായ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോൺഗ്രസ് ഇങ്ങനെ വരണ്ടിക്കല് ഇത്തരം കുറെ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ ഇനി അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഗണ്ഡിക്കുക.
അതിന് ശക്തമായ പ്രതിഷേധം അറിയിക്കുക. ഓക്കെ, അല്ലാതെ ഇവർ പറയുന്ന പൊട്ടത്തരം തേജം കേട്ടിട്ട് ജനങ്ങളങ്ങ് വിശ്വസിക്കുന്ന ചിന്ത നമുക്കിനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാവത്തില്ല കേട്ടാ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനും കോൺഗ്രസ് അത് പാർട്ടിയാണ് വലുത്, പാർട്ടി വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ വ്യക്തികളും കൂടിയാണ് ഈ പാർട്ടി എന്നുള്ള ബോധവും അത്തരം പോസ്റ്റുകാർ ചിന്തിക്കണം. ശരി തന്നെയായിരിക്കാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. പാർട്ടിയല്ല, വ്യക്തിയല്ല, പാർട്ടിയാണ് വലുത്. പക്ഷെ ഇത് പറയുമ്പോഴും അതിനകത്തൊരു ഒളിഞ്ഞിരിക്കുന്ന സത്യമുണ്ട്. വ്യക്തി തന്നെയാണ്, വ്യക്തികൾ കൂടി അത് സമൂഹമായി അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പാർട്ടിയാകുന്നത്. അപ്പൊ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ എതിർക്കുക, ആ വ്യക്തി അങ്ങ് തള്ളിക്കളയാം. മനസ്സിലായ? അവിടെയാണ് നമ്മളെ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഭാവനയിനനുസരിച്ചൊരു കഥകൾ ഉണ്ടാക്കി ആ കഥകൾ എഴുതി പിടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇപ്പം ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ഞാൻ മനസ്സിലാക്കി 90% പ്രവർത്തകരുടെ വികാരം രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി വിധിയൊക്കെ വന്ന് രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ കോടതി എന്താണോ ശിക്ഷിക്കട്ടെ, അപ്പോൾ നടപടി എടുക്കട്ടെ പാർട്ടി. അല്ലാതെ ഒരു ആരോപണം നേരിടുമ്പോൾക്ക് അങ്ങ് പുറത്താക്കി അങ്ങ് വലിയ മിടുക്ക് തെളിയിക്കുക എന്ന് ഒരു കിഴവക്ക ഉണ്ടാക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം. മുൻകാല പ്രാബല്യത്തോടു കൂടി. പിന്നെ ആരോ പറഞ്ഞു എനിക്കെതിരെ സ്ത്രീ പരാതി കൊടുത്തിട്ടില്ലല്ലോ. പരാതി കൊടുത്തിട്ടില്ലെങ്കിലും ചെയ്ത അല്ലാണ്ടാവത്തില്ലല്ലോ. എതെയാ ചെയ്യേണ്ടാവുക? അങ്ങനെയാവുക? ഇല്ല, അത് പ്രവൃത്തിയെല്ലാം ഒന്ന് തന്നെയാ. പിന്നെ ചില ആള് പ്രസ് ചെയ്തിട്ട് ചില തകർക്കാൻ വേണ്ടി ഉന്തി കൊടുപ്പിച്ചിട്ടുണ്ടാവാം. ചില ആളത് കൊടുപ്പിക്കാൻ വേണ്ടി അതിന് മുന്നോട്ട് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഐഡിയോളജി, കോൺഗ്രസിന്റെ പ്രസ്ഥാനം, കാര്യങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. നമ്മൾ ഇപ്പം തന്നെ നോക്കി വെക്കുക ആരൊക്കെയാണ് ഈ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തി. പ്രവർത്തകരല്ല, നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് CPIM-നും BJP-യുടെയും പ്രൊഫൈലില് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയ നേതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഇവർ പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ, ഇവർ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആശയവും കോൺഗ്രസും ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പ്രസ്ഥാനം ഉണ്ടാകും. അല്ലെങ്കിൽ ഇവറ്റകൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവറ്റകൾ നാളുകളിൽ മറ്റേ BJP അപ്പുറം സ്പേസ് ഉണ്ട്, അതിലേക്കും പോകും. എന്തൊരു തർക്കവും വേണ്ട. ഞങ്ങളൊന്നും ജീവിതത്തിൽ ഇയാളൊന്നും ഒരിക്കലും പാർട്ടി മാറത്തില്ല, മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോവത്തില്ല എന്ന് കരുതിയവരൊക്കെ BJP-യിലേക്കും മറ്റു പാർട്ടിയിലേക്കൊക്കെ ചേക്കേറി പോയിട്ടുണ്ട്. അപ്പൊ ആ അനുഭവം നമ്മളെ മുമ്പിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പഴയ തട്ടിലുള്ള കോൺഗ്രസിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാധാരണ പ്രവർത്തകനിക്കും ഈ പാർട്ടി ഉപേക്ഷിച്ച് പോവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്നും ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും ചരിത്ര സത്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി തെറ്റിനെ തെറ്റായും ശരിയായും കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മളെ പ്രിയപ്പെട്ടവരായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക. ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ് ഇപ്പം മത്സരിക്കുന്നത്. അവരെ വിജയിച്ചു വരേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, നേതാക്കന്മാർക്കല്ല. അവർക്ക് ഇവർ ജയിച്ചാലും ജയിച്ചാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വെറ്റകൾ ഈ വീടുവായിത്തവും പറഞ്ഞ് നടക്കുന്നത്. കാരണം ഇത് ലോക്കൽ ബോർഡല്ല, അവർ ജയിക്കേണ്ട നോക്കട്ടെ, അത് അവരെ ബാധിക്കുന്നത്. അവർക്ക് നിയമസഭ വരുമ്പോഴേക്ക് എന്റെ 10 ആളുണ്ട്, എന്റെ 15 ആളുണ്ട്, എന്റെ ആളക്കണം, എനിക്ക് ഇവിടെ വേണം, തോക്കുന്ന സീറ്റിൽ നിൽക്കൂലാരും കേട്ടാ. ഈ വലിയ പാർട്ടിയെ വളർത്താനങ്ങ് വലിയ കച്ചകെട്ടി കോൺഗ്രസിന്റെ ഉണ്ടാക്കി പൊക്കിപ്പിടിച്ച് വരുന്ന കീഴ്വാണടിക്കുന്ന നേതാക്കന്മാർ പിണറായി വിജയനെതിരെ മത്സരിക്കുവോ? തലശ്ശേരിയിൽ വന്നിട്ട് കൂത്തറമ്പിലൊന്ന് മത്സരിക്കാൻ നിൽക്കുവോ? മട്ടന്നൂർ വന്ന് മത്സരിക്കാൻ നിൽക്കുവോ? നിൽക്കത്തില്ല. അവരൊക്കെ സേഫ് സീറ്റിൽ കോൺഗ്രസിന്റെ തറവാട്ടിൽ പോയി നിൽക്കും ഈ ബാണം അടിച്ചിട്ട്. മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ് ഇവര് പരിപാടി. അപ്പൊ അതുകൊണ്ട് ഇപ്പം താഴെത്തട്ടിൽ നിൽക്കുന്നവർ വിജയിപ്പിക്കേണ്ട ഭാഗം ഞങ്ങൾക്കാണ്. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ കേട്ടെ, എന്തെങ്കിലും ശമ്പളമോ കാര്യങ്ങളോ കിട്ടട്ടെ, പിന്നെ നാടിനും നന്മ ചെയ്യട്ടെ. അതുകൊണ്ട് അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വരുമ്പോൾ ഞാൻ ഈ മേലെ സൂചിപ്പിച്ച വെച്ച കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് വേണ്ടത് 74 സീറ്റാണ് വേണ്ടത്. പക്ഷെ അതിന് ഘടകകക്ഷികളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ എന്തായാലും ഒരു 90-92 കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനകത്ത് കോൺഗ്രസ് നമ്മൾ 82 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 80 മത്സരിച്ചത്. അന്ന് മണി കോൺഗ്രസ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 80 മത്സരിച്ചാലും ഞങ്ങൾക്ക് ഒരു 10-50 സീറ്റിൽ നമ്മൾ ജയിക്കും. മനസ്സിലായ? അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നാൽ നല്ല സൂപ്പറാവും, തലമുറകൾ മുന്നോട്ട് വരും.
ഈ രണ്ടാം നിര യുവാക്കൾ ഒരു ആവേശമുണ്ടാക്കും, പ്രസ്ഥാനം പന പോലെ വളരും. ഓക്കെ, ഇനി അതല്ല മറിച്ച് ഇവരൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങളെ മനസാക്ഷിയോട് ചിന്തിച്ച് നോക്കുക, എന്ത് വേണം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്ര സമയം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിൽ തൊട്ടുള്ള 1000 സ്നേഹ വിപ്ലവ മൂവർണ്ണ അഭിവാദ്യങ്ങൾ. ഓക്കെ.